ആ കല്ല് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. 5 മിനിറ്റ് വൈകിയതിന് തെറിയാണ് ഗൈസ്. ഇനി ആൾക്കാരുണ്ടോ അവിടെ? തറ പണിതായിരുന്നില്ല, അതിനകത്തേക്ക് ഇന്നലെ JCB ഉള്ളിൽ അങ്ങോട്ട് മേടിച്ച് കൊണ്ടുപോയി. ഇതാണ് ഇപ്പോഴത്തെ ലാസ്റ്റ് ഫൈനലായിട്ടില്ല കെട്ടി വെച്ചേക്കണം. നോക്കിയേ, എന്തെന്ന് പറയാ, വലിയ കല്ല് കുറേ പൊട്ടിക്കാൻ നോക്കിട്ടോ. ഗുഡ് മോർണിംഗ് ഗായ്സ്, ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, വണ്ടിയുടെ കുറച്ച് ദിവസത്തെ പരിപാടികളായ കാരണം നേരെ വീടിൻ്റെ അവിടെ വരാനായിട്ട് നേരം വൈകി. അപ്പോൾ ഇവിടെ പണികൾ നടക്കുന്നുണ്ട്. പണികൾ നടക്കാന്ന് പറഞ്ഞാൽ തേപ്പ് പണി അല്ല കേട്ടോ. തേപ്പ് പണി നമ്മളുടെ നടന്നില്ല. തേപ്പ് പണിക്കാർ ചെറിയ പ്രശ്നത്തിലൊക്കെ പെട്ടിട്ട് ഇപ്പോൾ അവർക്ക് വരാൻ പറ്റാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് കാരണം തന്നെ 2 ദിവസത്തിനുള്ള അവർ വരുമെന്ന് വിചാരിക്കുന്നു നിലവിൽ. അപ്പോൾ അത് കാരണം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ തേപ്പ് പണി കുറച്ച് ദിവസമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ വരുന്ന നോക്കി നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള പണികൾ തീർക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ തേപ്പ് പണി അന്ന് നിങ്ങളെ കാണിച്ചു തന്ന അതേപോലെ ഈ ചുമര് മാത്രമായി തേച്ച് അവസാനിപ്പിച്ച് നിർത്തിയേക്കുകയാണ്. ഈ ഒരു ഭാഗവും ഈ ഒരു സൈഡും ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലത്തെ മൊത്തം തേപ്പ് പണി കഴിഞ്ഞു. പക്ഷെ എന്താണ്, പിന്നെ ദേ അവിടെ ഒരു ചെറിയ പീസ്, നമ്മുടെ അടുക്കളയുടെ അവിടുത്തെ ഒരു ചെറിയ പീസും അതുകൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷെ കഴിയുന്നില്ല ഗൈസ്. അത് തന്നെയല്ല, പുറത്തത്തെ പിന്നെ തേക്കാനുണ്ട്. ഇവിടെ ഒന്നും ഇറയാകം ഒന്നും തേച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളും തേക്കാനും കാര്യത്തിനൊക്കെ ഉണ്ട്. അപ്പൊ അവർ വരാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, നിലവിൽ നമ്മുടെ കല്ലുപണിക്കാർ ചേട്ടന്മാരെ നമ്മൾ കുറേ നാളായി വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർ പണി തിരക്കിലായത് കൊണ്ട് തന്നെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ മുതൽ അവർ വന്നു. അപ്പോൾ അവർ വന്നു നമ്മളുടെ ഈ സൈഡ് കരിങ്കല്ല് കെട്ട് പരിപാടിയൊക്കെ തുടങ്ങി. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മളിത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് സൈഡിൽ മുഴുവൻ കല്ല് കിടക്കില്ലായിരുന്നു. അവിടെ ആ കല്ലുകൾ മൊത്തം നമ്മൾ വലിയ ഉണ്ടക്കല്ലുകളും സാധനങ്ങളൊക്കെ എടുത്ത് നമ്മളിത് ഇവിടെ ഫുള്ള് കെട്ടി, ഇവിടെ നിന്ന് ഒരു ചെരുവ് കോർണർ പോലെ ഇങ്ങനെ കെട്ടി ഉണ്ടാക്കി. കണ്ടു, ഇവിടെ നിന്ന് അങ്ങനെ ഒറ്റൊരു പോക്ക്. ഇത് സ്ട്രെയിറ്റ് അല്ല, നിങ്ങൾ കണ്ടോ. ഇതിൻ്റെ സ്ട്രെയിറ്റ് ആവാണ്ടിരിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു 90 സെൻറ്റിമീറ്ററാണ് കിട്ടേണ്ടത്. 1 മീറ്ററാണ് നമുക്ക് ഇവിടെ കിട്ടേണ്ടത്. ആ 1 മീറ്റർ എന്ന് പറയുന്ന സംഭവം ഇവിടെ നിന്ന് നമ്മൾ ഇതേപോലെ കൊണ്ടുപോവുകയാണെങ്കിൽ, അതായത് ഈ വീതിയിൽ തന്നെ അങ്ങേറ്റം വരെ സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുപോയി എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 5.25 സെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് തിരിച്ചത്. പക്ഷെ അവിടേക്ക് വന്നപ്പോൾ ബെൻഡ് ഇങ്ങനെ വരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് കുറച്ചുകൂടി അങ്ങോട്ട് തന്നെ ഇട്ടോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 5.5യുടെ അടുത്തായിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആക്കണമെങ്കിൽ ചിലപ്പോൾ 6 സെൻറ്റിൻ്റെ അടുത്തായിരിക്കും വരും അളന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത്ര വേണ്ട, ഒരു 5.5യിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബെൻഡ്, അതായത് ഇവിടെ നിന്ന് ഒരു ബെൻഡ്, ഇവിടെ ഇത് തന്നെ ഇവിടെ നിന്ന് ഒരു ബെൻഡ് അവിടെ മര്യാദ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കെട്ട് കറക്റ്റ് അല്ല. പിന്നെ നമ്മുടെ ഈ മുകളിലേക്ക് കിടക്കണ മണ്ണും കാര്യങ്ങളൊക്കെ നിരത്തി നമ്മൾ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കെട്ട് സ്ട്രോങ് അല്ലെങ്കിൽ ഇതൊക്കെ കൂടി തള്ളിപ്പോവും. അപ്പോൾ നമ്മൾ സിമെൻ്റൊക്കെ വെച്ച് പാക്ക് ചെയ്ത് അടിപൊളിയായിട്ട് വലിയ വലിയ കല്ലുകളൊക്കെ വെച്ചിട്ടാണ് ഈ സാധനം ഫുള്ള് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇവിടെ കിടന്ന വലിയ ഉണ്ടക്കല്ലൊക്കെ കുത്തി പൊട്ടിക്കാണ്ടിരുന്നതിൻ്റെ കാരണം നമുക്ക് ഇതേപോലെ സ്ട്രോങ് ആയിട്ട് കെട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹിന്ദിക്കാർ പിള്ളേർ ഒരു 4 പേരുണ്ട്. പിന്നെ അപ്പു എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ആളാണ് പണിയൊക്കെ നമ്മളുടെ ഈ വീടിൻ്റെ തറയും കാര്യങ്ങളൊക്കെ ഇതിന് മുന്നേ പണിതിട്ടുള്ളത്. അപ്പോൾ ആൾ വിളിച്ച് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു വലിയ കല്ലായാലും കുഴപ്പമില്ല, ഒക്കെ ഉരുട്ടി വെച്ച് നമുക്ക് അടിയിൽ നിന്ന് പണിയാം. അപ്പോൾ പിന്നെ ജീവിതകാലം തള്ളിപ്പോയില്ല. നമ്മുടെ ആ സൈഡിലത്തെ കെട്ടാണെങ്കിലും ഇതേപോലെ വലിയ വലിയ കല്ലുകൾ ഉരുട്ടി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ തള്ളിപ്പോയില്ല. ചെറിയ കല്ലൊക്കെ ആണെന്ന് പറഞ്ഞാൽ വെയിറ്റ് കയറുമ്പോൾ മെല്ലെ സാധനം തള്ളാൻ തുടങ്ങും. ഇത് ഒരിക്കലും തള്ളണ കേസില്ല. പിന്നെ അത് തന്നെയല്ല, പറ്റുകയാണെങ്കിൽ അത് നോക്കി തീരുമാനിച്ചിട്ടില്ല. ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിലൊരു ബെൽറ്റ് അടിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബെൽറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഇത് കണ്ടില്ല, ഇത് ഇവിടെ ബെൽറ്റ് ഉണ്ട്, ചെറുതായിട്ടുള്ളതുകൊണ്ട് കണ്ടോ. ഇല്ല, ഇത് ബെൽറ്റ് ആണോ? അതെ, ഇത് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ കണ്ടുണ്ട്, ഇവിടെ എവിടെയോ ഇത് കണ്ടോ. അങ്ങനെ ഒരു ബെൽറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അനങ്ങില്ല പിന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറ്റുകയാണെങ്കിൽ ഒരു ബെൽറ്റ് കൊടുക്കണം. അത് ഇപ്പോഴല്ല കേട്ടോ, ഇവിടുത്തെ വർക്കൊക്കെ ഫിനിഷ് ചെയ്തിട്ട്. അപ്പോൾ അവർ ഇന്നലെ വന്നു, ഇവിടെ നിന്ന് അവിടെ വരെയുള്ളത് കെട്ടി. ഇത് ഇന്ന് വന്നിട്ട് ഇതിപ്പോൾ ഇവിടെ കുറച്ച് ഫിനിഷ് ചെയ്യാണ്ടായിരുന്നു, അത് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനെ ഒരു ഇറക്കം പോലെയല്ല കിടക്കണം. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഒരു ചെറിയ കെട്ടി ഇവിടെ വരെ കൊണ്ടുവരാനുള്ള പരിപാടിയാണ് കേട്ടോ, അത് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് 2-3 കാര്യങ്ങൾ ഇനി അഡീഷണൽ ചെയ്യാനുണ്ട്. നമ്മുടെ ബാക്കിൽ ഒരു വരാന്ത പോലെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞില്ലേ, ആ സംഭവം ചെയ്യണം. പിന്നെ അത് ഇവിടുത്തെ കെട്ട് കെട്ടണം. പിന്നെന്തോ എല്ലാവരും ചില്ലറ പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2-3 കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാനുണ്ട്. പിന്നെ നമ്മളുടെ ഇവിടെ എന്താ വെച്ചാൽ നിറച്ചു കല്ലുകളില്ലേ, വേസ്റ്റ് മീൻസ് എന്താ പറയുക, ഉണ്ടക്കല്ലുകളും അതേപോലെ
വലിയ വലിയ കല്ലുകളൊക്കെ ഇഷ്ടം പോലെ കിടന്നായിരുന്നു. അതൊക്കെ നമുക്ക് വേസ്റ്റായിട്ട് പോകും. അപ്പോൾ അത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അടിയിലിട്ട് സ്ട്രോങ് ആയിട്ട് ഒരു കെട്ട് കെട്ടിയത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ നിലയ്ക്ക് ഇപ്പോൾ കെട്ടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ കല്ല് മുഴുവൻ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു വൃത്തികേടാ. പിന്നെ ആ സൈഡ് തന്നെ കിട്ടിയില്ലെങ്കിൽ അത് വേറൊരു വൃത്തികേടാ. അപ്പോൾ എല്ലാം കൂടി നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പൈസ പോയാലും വേണ്ടില്ല, സാധനം ഭംഗിയാവട്ടെ. ഇനിയുണ്ട് കേട്ടോ ഇവിടെ ഇഷ്ടം പോലെ കല്ലുകൾ ഉണ്ട്. ദേ ഇവിടെ നിന്ന് കിടക്കുന്ന കല്ലുകളുണ്ട്, ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ഫുള്ളുണ്ട്. അതുപോലെ തന്നെ ആ തെങ്ങിൻ്റെ ചുവട്ടിൽ ഇഷ്ടംപോലെ കല്ല് കിടക്കുന്നുണ്ട്. അപ്പോൾ കല്ലില്ലാത്ത പ്രശ്നമില്ല. അപ്പോൾ എന്തായാലും ഉള്ളത് ഈ ഒരു ഹൈറ്റിൽ കെട്ടി പോകാൻ നിലവിൽ. എന്നിട്ട് ഇപ്പോൾ ഹൈറ്റ് കൂട്ടണോ വേണ്ടേന്ന് അതിന് ശേഷം തീരുമാനിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. ചിലപ്പോൾ എന്തായാലും ഇനി ഹൈറ്റ് കൂട്ടേണ്ട വരും. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൂട്ടുമ്പോഴേ കട്ട കൊണ്ട് കൂട്ടുകയാണോ നല്ലതെന്നൊരു ചെറിയ ഐഡിയ ഉണ്ട്. കല്ല് വെച്ച് കെട്ടുമ്പോൾ വീടിൻ്റെ മുകളിലേക്ക് ഈ ഹാഫിൻ്റെ മുകളിലേക്കൊക്കെ കല്ല് കെട്ട് വരുമ്പോൾ അതൊരു വൃത്തികേടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പൊക്കുകയാണെങ്കിൽ കട്ടൊക്കെ എടുത്തിട്ടിട്ട് അതിലേക്ക് മണ്ണിലോട് വരുന്നതല്ലല്ലോ, ഇതിൻ്റെ ഇവിടെ വരെയാണ്, അതായത് ഈ ഒരു ലെവൽ വരെയാണ് നമ്മൾ ഇതിടാനും ഉദ്ദേശിക്കണുള്ളൂ, മണ്ണിടാനും ഉദ്ദേശിക്കണുള്ളൂ. അപ്പോൾ ആ സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് കട്ട നിന്നുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഒരു 3 വരി കട്ടകരിയും കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈഡ് നല്ല അടിപൊളിയായിട്ട് 8 അടി ഹൈറ്റിലുള്ള അടിപൊളി മതിലും കിട്ടി. അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇവിടെ വന്ന വലിയ കല്ലുണ്ടല്ലോ, ആ കല്ലിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കെട്ട് വരിക ഇപ്പുറത്തേക്കടെ ഇതിലായിരുന്നു വരിക. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തായാലും കുറച്ച് സ്ഥലക്കടി പോയാലും വേണ്ടില്ല, ഇനിയിപ്പോൾ അളവിൽ നമുക്കിനി അത് മാറ്റി വെച്ച് വരയ്ക്കണം ശരിക്കും പറഞ്ഞാൽ. എന്നാൽ കൂടി ഇവിടെ ഇട്ട് ഇതിൻ്റെ ഒപ്പം ഇട്ട് കെട്ടിക്കുക, അല്ലെങ്കിൽ പിന്നെ ഇനി ഇതിൻ്റെ പുറത്ത് ചാരി നിർത്തി. അതുപോലെ അവിടെയും ഒരു കല്ല് ഉരുണ്ടത് പുറത്തേക്ക് വരുന്നത്. ഇത് ഒരെണ്ണം ഓൾറെഡി നിൽക്കേണ്ട, അത് പിന്നെ കുഴപ്പമില്ല, കുഴി ഇതുമ്പോൾ കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മരുന്ന് എപ്പോഴെങ്കിലും ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് പൊട്ടിപ്പോകുന്നുള്ളൂ. അത് കാരണം അതിൻ്റെ കേസിൽ വലിയ പ്രശ്നമില്ല. എന്നാലും ബാക്കിയുള്ളത് ഇങ്ങനെ പൊന്തി പുറത്തേക്ക് നിൽക്കുക, അകത്തേക്ക് വലിഞ്ഞ് നിൽക്കുക, അങ്ങനെയുള്ളൊരു സംഭവം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ലേശം സ്ഥലം പോയാലും അങ്ങോട്ട് ഉള്ളിലേക്ക് വലിച്ചിട്ട് കെട്ടിക്കോളാൻ പറഞ്ഞിട്ടാണ്. തുടങ്ങി ഗൈസ്. ഈ ചുമ ഒന്ന് മാറിയതിന് ശേഷമല്ലേ കഥപ്പ് നന്നായിട്ടുണ്ട്. ഒന്ന് മാറിയെന്നൊന്നും പറയാൻ പറ്റില്ല, രാത്രി ചില ദിവസം എന്നാലും ചുമക്കുന്നുണ്ട്. സൗണ്ട് ഞാൻ കുറച്ചിട്ട് തന്നെയാട്ടോ സംസാരിക്കണേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല ശബ്ദം ഉണ്ടാവും അങ്ങനെ പറയുമ്പോൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശബ്ദം കൂടുതലെടുക്കുമ്പോൾ നമുക്ക് സ്ട്രെയിൻ കൂടുതലായി കഴിഞ്ഞാൽ ഇങ്ങനെ കഥയ്ക്കണ പോലെ വരിക ഉണ്ടോ, ചുമയും വരും. അപ്പോൾ അതുകൊണ്ടാണ് മെല്ലെ സംസാരിക്കണേ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ ഇവിടെയൊക്കെ വലിയ വലിയ കല്ലുകൾ കണ്ടു. ഇതൊക്കെ 2-3 ആൾക്കാർ പിടിച്ചാൽ പൊങ്ങില്ലാത്ത ടൈപ്പിലുള്ള വണ്ട കല്ലുകൾ വെച്ചിട്ട് വന്നിട്ട് ഇവിടെ മൊത്തം കെട്ടിയിട്ടുള്ളത് കണ്ടു. ഇവിടെ ഉണ്ടായിരുന്ന കല്ലായ കാരണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നമ്മുടെ അപ്പേട്ടൻ നമ്മുടെ തറയും കാര്യങ്ങളൊക്കെ പണിയുന്ന സമയത്ത് അപ്പേട്ടനായിരുന്നു തറപ്പണിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പേട്ടൻ നമ്മൾ കണ്ടിട്ട് 2 കൊല്ലം ആയി ഉണ്ടാവും അല്ലേ നിലവിൽ? 2 കൊല്ലം ഈ നിലവിൽ കണ്ടിട്ട്. അപ്പോൾ അപ്പേട്ടൻ്റെ ഒഴിവ് 1 മാസം കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്നാൽ 1 മാസം കഴിഞ്ഞിട്ട് അതിന് കുഴപ്പമില്ല, കാരണം അപ്പേട്ടനുള്ള തറയും കാര്യങ്ങളൊക്കെ പണിതേ. അപ്പം പിന്നെ ബാക്കിയുള്ള കരിങ്കല്ല് കിട്ടും കൂടി ആളായിക്കോട്ടെ എന്നുള്ള കണ്ടീഷനിൽ വെയിറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ പണ്ടേ ഇത് കെട്ടിയേനെ. പിന്നെ ആദ്യം ഇത് കെട്ടണ്ടായിരുന്നുള്ളൊരു പ്ലാനായിരുന്നു. പിന്നെ വിചാരിച്ചു കെട്ടി വിടാമെന്ന്. അപ്പോൾ ആളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ മാത്രം, ഇപ്പം അവൻ മാത്രം. നീ ആദ്യം ഉണ്ടായിരുന്നില്ല 1 കൊല്ലം മുന്നേ? നിന്റെ പേരെന്തായിരുന്നു? തസീർ മാത്രമല്ല അപ്പോട്ടപ്പോ കൂടിയുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പുതിയ ആൾക്കാരേ. അതെ. അപ്പൊ നമ്മള് ഇവിടെ കിടക്കുന്ന നമ്മുടെ വലിയ വലിയ കല്ലുകൾ ഇവിടെയും അടിയിൽ ഉള്ളത് ഉറ്റി വെക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഈ സൈഡിൽ കുറച്ച് കല്ല് കെട്ടാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും കുറച്ച് കല്ല് കെട്ടി ഒരു ഇതാക്കിയിട്ട് എടുക്കാനുണ്ട്. അങ്ങനെ 1-2 കാര്യങ്ങളും കൂടി കല്ല് കെട്ടിൻ്റെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ കിടക്കാൻ വലിയ കല്ലൊക്കെ അങ്ങോട്ട് മാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് ഒരു മതിലായി പൊങ്ങി നിൽക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കയറിൻ്റെ ലെവലിലേക്ക് ഇവിടെ വരെയാണ് വരുള്ളൂ. പക്ഷേ ഇത് ഈ ഒരു ലെവലിലേക്ക് കെട്ടിക്കൊണ്ടുപോകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കല്ലും കാര്യങ്ങളും ഇവിടെ ഉള്ളതനുസരിച്ച് നമ്മൾ ബാക്കിയുള്ളതൊക്കെ മൊത്തം അങ്ങനെ പണിയാനുള്ള പരിപാടിയാണ് കേട്ടോ. പിന്നെ അതോടൊപ്പം തന്നെ വേറെ കാര്യമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ രാജേഷ് കല്ല് കയറ്റി പോകുമ്പോൾ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടൂല്ല എന്നുള്ളത് അറിയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടൂല്ല. കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ അടുത്തേക്ക് പോകണം പറ്റിയിട്ട് പോവുകയാണെങ്കിൽ കുറേ നാളായി വണ്ടിയിൽ പോയിട്ട്. അപ്പോൾ കല്ല് എവിടേക്കാണ് വെക്കണേന്നുള്ളതും അറിയില്ല. അപ്പോൾ ഒന്ന് ചോദിച്ചിട്ട് പറ്റുകയാണെങ്കിൽ ഇവരുടെ പണിയുടെ ഇടയ്ക്ക് എനിക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരണം. അങ്ങനെയാണ് നിൽക്കുന്നത്. എത്ര വലിയ കല്ലായാലും പിന്നെ ഒരു പൊട്ടിച്ചോളും കേട്ടോ. അപ്പോൾ അവൻ ഇങ്ങനെ ചുറ്റി നടന്നില്ലേ സംഭവം. എല്ലാ കല്ലും മറച്ചിട്ട് ഏത് നിലയ്ക്ക് അടിച്ചാലും പൊട്ടാന്ന് ഫുള്ള് നോക്കിയിട്ട് ഇവനും പിന്നെ ദേ വേറൊരുത്തനും ഉണ്ട്. അപ്പോൾ 2 പേരും അത്ര വലിയ കല്ലാണെങ്കിലും അടിച്ച് പൊട്ടിക്കാനും തലയിൽ കയറ്റാനും ഒന്നിനൊരു മടിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടുത്തെ ആൾക്കാരാണെങ്കിൽ ഇത്ര വലിയ കല്ലുമ്പോൾ അങ്ങനെ കിടന്ന് മരണ പണിയും കാര്യങ്ങളൊന്നും പണിയില്ല. ഇവരടിച്ചടിച്ച് അത് പൊട്ടിക്കാൻ മാക്സിമം നോക്കും. പൊട്ടണ വരെ അതുമ്പോൾ അടി തന്നെയാണ്, ഉള്ള ശക്തി മുഴുവൻ എടുത്തുള്ള അടി തന്നെയാണ് കേട്ടോ. ഒരു തുണ്ട് സമയം ഗ്യാപ്പില്ലാണ്ട് നല്ല വർക്കാ. വലിയ കല്ല് കുറേ പൊട്ടിക്കാൻ നോക്കിയിട്ടാ പറ്റണില്ല. കുറേ അടിക്ക് നോക്കി, പ്രശ്നമില്ല എന്നല്ല, പ്രശ്നമാണ്, പൊട്ടണില്ല. ഇനിയിപ്പോൾ ഇവർ ആ ബായിയുടെ തലയിലേക്ക് വെച്ച് കൊടുക്കാന്ന് പറയണ്ട. ബായി താങ്ങും അത്? ഈ ബായിയുടെ പേര് നിന്നാ ജോയൽ.
ജോയൽ അത് പൊങ്ങുമോ നിനക്ക്? നിന്റെ കഴുത്തവരെ ഒടിക്കുവോ? പറയാൻ പറ്റില്ല. ജോയലിന്റെ കഴുത്തിലേക്ക് വെച്ചു കൊടുക്കാം. ഇന്നലെയും പാവത്തിന്റെ ഓരോ വലിയ അമ്മിട്ട് വെച്ചു കൊടുത്തു കേട്ടാ. ശ്രദ്ധിച്ച് പിടിച്ചോളോ. എന്റെ പൊന്നെ. ഒറ്റയ്ക്ക് എടുത്തോട്ടോ. വണ്ട സാധന. ജോയൽ യു ആർ സ്ട്രോങ്. സ്ട്രോങ് ആണ്. കൈ വിടണ്ട, താഴെ പോരും. അത് കുഴപ്പമില്ല. ഇവന്റെ പേര് ഉജാലയാണെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ അവിടുത്തെ മറ്റേ തുണിയിൽ മുക്കണ സാധനം. നിന്റെ പേര് നിനക്ക് മലയാളം അറിയാം അല്ലേ? നീ കുറേ കൊല്ലേ? കമാൽ. കുറെ നാളായി അല്ലേ? ഇവിടെ 7 വർഷം. എത്ര വർഷമായി? 9 വർഷമായി. അവൻ അടിപൊളിയായിട്ട് മലയാളമൊക്കെ അറിയട്ടെ. കമാൽ അവൻ മേസിനാണ്. അവനും മറ്റവനും മേസിന് അപ്പോയിട്ടും 2 ഹെൽപ്പറും 3 മെയിൻ പണിക്കാരുമാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ പണിയുന്നത്. അപ്പോൾ 5 പേരുടെ പണി ഇന്നലെ ഇപ്പോൾ ഇവിടുന്ന് മുതൽ ഒരു പകുതി വരെ പണിത് ഇന്നത്തോണ്ട് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ആ ഫ്രണ്ടേജും ഫുൾ വർക്കും ഫിനിഷ് ആക്കും. ഇതേ അടുത്ത ബോംബുകൾ മൊത്തം കൊണ്ട് പോകുക തന്നെയാണ്. ഇനിയിപ്പോൾ അവിടെ കയറ്റി വെക്കണത് എങ്ങനെയാണെന്നുള്ളത് മാത്രമാണ് പ്രശ്നമുള്ളൂ. പിടിച്ചോളാൻ എല്ലാവർക്കും പണി കൊടുത്തു. പിന്നെ നമ്മളിത് സിമെന്റ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കെട്ടണത്. കണ്ടില്ലേ? സിമെന്റിൽ മിക്സ് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ കണ്ട കാര്യം വെച്ചോളാൻ പറഞ്ഞതാണോടാ നീ? കുഴപ്പമില്ല. കൊണ്ടുപോകാൻ പറ്റണ്ടേ? നോക്കി പോന്നെ. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി പൊട്ടിക്കായിരുന്നു. ഞാൻ വലിയ കല്ല് ഇവിടേക്ക് ആവുമല്ലോ മൊത്തം വരിക, അവിടേക്ക് മറ്റേ അവിടെ കിടക്കുന്ന കല്ലെടുത്ത് പണിയാലോ എന്നുള്ള കണ്ടീഷനിലാണ് കേട്ടോ അധികം പൊട്ടിക്കാണ്ടിരുന്നത്. പക്ഷെ അത് പണി പാളി. ശരിക്കും പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് ചുമക്കണ്ടേ. ഇതേ ആകെ 2-3 ഉണ്ടല്ലോ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമുള്ളത് ചുമക്കാൻ പറ്റണ്ടേ. ഇവിടെ നമ്മൾ സിമെൻറ്റ് വെച്ച് പടുന്നതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ചെറിയ ചെരുവിലായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വെക്കണ കല്ലിന് പിടുത്തം കുറയും. അപ്പോൾ അത് പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സിമെൻറ്റിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പണിതിട്ടുള്ളത്. അതായത് ചില കല്ലിന് പിടുത്തം കുറവുണ്ടെങ്കിൽ അതിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഇതേപോലെ തന്നെ വാരി തേക്കണം മൊത്തം. അതെല്ലാം പണി കഴിഞ്ഞ് മണ്ണിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം വേണം ഈ ഒരു സംഭവം ചെയ്യാനായിട്ട്. അല്ലപ്പെട്ട ഇപ്പോൾ ഇവിടുത്തെ ഫുൾ കല്ലെടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലേ പിന്നെ നമ്മൾ താഴത്ത് കാറ് കിടക്കുന്നതിൻ്റെ താഴത്ത് കിട്ടുമ്പോൾ വീണ്ടും അത് അപ്പുറത്തുനിന്ന് ചുമക്കണ്ട. ഈ കല്ലാണെങ്കിൽ ഇവിടെ നിന്നിട്ട് പണിയാൻ പറ്റില്ലായിരുന്നോ? മതിയില്ലേ? അവിടെ നിന്ന് എടുക്കാം അല്ലേ? അതന്നെ. അത് ഈശോ. ഇവൻ മാത്രമല്ല നിങ്ങളുടെ കയ്യിൽ സ്ട്രോങ് ഉള്ളു. ഇവന്റെ തലയിൽ മാത്രമല്ല വെച്ച് കൊടുക്കണുള്ളൂ. ബാക്കി ആരുടെ തലയിലേക്ക് മാറി വെച്ച് കൊടുക്കണില്ലല്ലോ. ജോയൽ നിന്നെ പറ്റിക്കണ്ട അവര്. കേട്ടാ ഇടയ്ക്ക് നീ പറയാ വലുത് അവർക്കും കൊടുക്കണമെന്ന്. ജോയലെ സ്ട്രോങ് എന്ന് ഇവർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് എല്ലാം ജോയൽ ഞാൻ തന്നെ എടുത്തോളാം, ഞാൻ സ്ട്രോങ് ആണ്. കണ്ടോ ഇവർക്ക് ചെറുതാ. നിന്നെ അവര് പണിയെടുപ്പിക്കണില്ല കേട്ടാ. അപ്പോൾ എന്തായാലും ഇന്നലെയും പണിത് ഇന്നും പണിത്. ഇപ്പോൾ ഈ ഹൈറ്റ് നമ്മൾ ആക്കിയിട്ടുണ്ട്. അങ്ങേറ്റം വരെ ഇതാക്കുമ്പോൾ തന്നെ അതേപോലെ തന്നെ മുറ്റം നമ്മൾ ലെവലും കൂടി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടാണ്. പിന്നെ മേടിക്കാൻ വരുന്ന ആൾക്കാർ എന്താ പറയുക പെട്ടെന്ന് കാണുമ്പോൾ നല്ല ഭംഗിയായല്ലോ. മറ്റേന്ന് പറഞ്ഞാൽ നിറച്ചും കല്ലും മണ്ണൊക്കെ ആയി കിടക്കുമ്പോൾ ഇതെന്താണ് സംഭവം എന്ന് ശരിക്കും പറഞ്ഞാൽ പിടി കിട്ടാത്ത രീതിയിലാണ് കുറേ ആൾക്കാർ വന്ന് നോക്കിയിട്ടോ. അപ്പോൾ എന്താ പറയുക എല്ലാവരും വന്ന് നോക്കിയിട്ട് പണി കഴിയുമ്പോൾ പറയും. അതായത് വന്ന് നോക്കിയവർക്ക് ഇപ്പോൾ ഇവിടെ വന്ന് നോക്കി മണ്ണ് കുറേ ഇവിടെ കിടക്കണ കണ്ടു, അതേപോലെ കുറേ കല്ല് കിടക്കണ കണ്ടു. അപ്പോൾ ഇവിടെ കെട്ടിയിട്ടില്ല. ഇത് എങ്ങനെയാണ് 5 സെൻറ്റ് സ്ഥലവും വീടും കൂടിയിട്ടെന്ന് പറയണത് ഇപ്പോൾ നമുക്ക് കറക്റ്റ് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഈ മതിലിൻ്റെ അവിടെ നിന്ന് മുതൽ ഇവിടം വരെയുള്ള വീതി, മറ്റേ ഗേറ്റിൻ്റെ വീതി, അതുപോലെ തന്നെ മതിൽക്കെട്ട്, ഫുള്ള് മതിൽക്കെട്ട്, അതുപോലെ തന്നെ വീട് അതിൻ്റെ ഉള്ളത് എന്നുള്ള സംഭവമൊക്കെ പറയാം. മറ്റത് എന്തോ ഒരു അതിർത്തി വരും, എന്തോ ഒരു സ്ഥലമുണ്ട്, ഇതൊന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല ഇങ്ങനെ കിടക്കണതുകൊണ്ടേ. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ. ഇനിയിപ്പോൾ ഈ മുകളിൽ നമ്മൾ ബെൽറ്റ് അടിക്കുക, കട്ട കിട്ടുക, അങ്ങനെയുള്ള സംഭവങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായി. ഈശോയെ അവൻ സ്ട്രോങ് മേനായിട്ട് എന്തായാലും അത്ര വലിയ കല്ല് തലയിൽ പിടിച്ചു വെച്ച് കൊടുത്തിട്ടും അവൻ കൊണ്ടുപോകണ്ട് പ്രശ്നമൊന്നും ഇല്ലാണ്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ആകെ 2-3 കല്ലുകടിയേ ഉള്ളൂ. അത് നമ്മൾ ഇവിടെ കെട്ടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ അധികം ഹൈറ്റ് വരില്ലാത്തതുകൊണ്ടേ ഇവിടെ അധികം ഹൈറ്റും കാര്യങ്ങളും വരില്ല. അവിടെ മാത്രം ഇത്തിരി ഹൈറ്റ് വരുള്ളൂ. ഇവിടെ നിന്ന് ചെറിയൊരു അതായത് വെള്ളം പുറത്തേക്ക് ഒലിച്ചു പോകാണ്ടും ഈ ഇതിലൊലിച്ച് വരുന്ന വെള്ളം ഉള്ളിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ചെറുതായി. പിന്നെ വണ്ടി കയറി ഇറങ്ങുമ്പോൾ വേണ്ടല്ലോ, സുഖമായിട്ട് കയറി ഇറങ്ങണ്ടേ. അപ്പോൾ അതും കൂടിയിട്ട് ചെയ്യാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഈ പരിപാടികൾ കഴിഞ്ഞ് ഇനിയിപ്പോൾ ആ സൈഡിലുള്ള ബാക്കിലത്തുള്ള ഇതുകൂടിയും കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തോണ്ട് ഫുൾ പരിപാടികൾ അവസാനിക്കും. ഇത്രയാണ് ഉള്ളൂ സംഭവം. ഇനിയിപ്പോൾ ബാക്കിലത്തെ ഒരു ഇറയാകം കെട്ടല്ല മെയിനായിട്ടുള്ളത്. പിന്നെ ഈ ഫ്രണ്ടിലത്തെ കുറച്ചും, പിന്നെ ഈ ട്രെയിനിങ് വന്നിട്ടുള്ളത് കുറച്ചൊന്ന് തിരിക്കാണ്ട്. അതുകൂടി ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിലത്തെ ഫുൾ പണി കഴിഞ്ഞു. എന്താണ് എന്തെങ്കിലും പറയണ്ടോ? ഹിന്ദി ബയ്യാസ് എന്തെങ്കിലും പറയാണ്ടോ ആർക്കെങ്കിലും? കേരള കൈസേ? ആത്മീയ അച്ഛാ നയ്യേ, കേരള അച്ഛായേ അല്ലേ? അതെ എല്ലാ അച്ഛയാ, പിന്നെ കുഴപ്പമില്ല. ഈശോ ഈശോ പൊങ്ങോ ഈശോ
എൻ്റെ പൊന്നെ കയ്യൊക്കെ ഒരഞ്ഞിണ്ടാവൂലോ. അവൻ വിട്ടില്ല അല്ലേ? സ്ട്രോങ് ആയിട്ട് പിടിച്ചിരുന്നു. ഗ്യാസ് വണ്ടി വരുന്നല്ലോ. അപ്പോൾ ഇനി ഫ്രണ്ടിലത്തെ 2-3 കല്ലുകടി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ടോ. ഇനിയിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അടിപൊളി. ഇനി മിറ്റം ലെവൽ ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഭംഗിയാവും. നമ്മൾ ഓരോ പ്രാവശ്യവും ഇവിടുത്തെ പണി കഴിഞ്ഞ് JCB പോകുമ്പോൾ വിചാരിക്കും ഇനി JCBയുടെ ഇതോടുകൂടി പണി കഴിഞ്ഞ് ഇനി വിളിക്കേണ്ട ആവശ്യമില്ലാന്ന്. പക്ഷെ ഓരോ പണി കഴിയും തോറും വീണ്ടും JCBയുടെ ആവശ്യം വരിക. ഈ കെട്ടില്ലേ, ഈ കെട്ടിൻ്റെ ഇപ്പുറത്ത് കണ്ടോ ഇത്രയധികം ഗ്യാപ്പ് ഉണ്ട്. ഇത് മുഴുവൻ ആൾക്കാർ നിന്ന് മണ്ണെടുത്ത് ഇടുകയാണെങ്കിൽ ഒരു കുന്നു സമയം വേണം. തന്നെയല്ല, അതിനേക്കാളും ഭയങ്കര എളുപ്പം JCB ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇവിടെ ഫുള്ള് മണ്ണിടാനായിട്ട് JCB വിളിക്കണം. അതുപോലെ തന്നെ ബാക്കിൽ നമ്മുടെ സെപ്റ്റി ടാങ്കിൻ്റെ ഇത് കല്ല് നിരത്തി കഴിഞ്ഞല്ലോ. ഇനി അതിനകത്ത് എന്താ പറയുക, കുറച്ച് ചാക്കും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്കും അതുപോലെ അവിടെയുള്ള മണ്ണൊക്കെ ഇടിച്ചിടാൻ നിരത്താൻ മാത്രം, ലെവൽ ചെയ്യാൻ വേണ്ടി മാത്രം എല്ലാ പണിയും കഴിഞ്ഞിട്ട് ബാക്കും സൈഡൊക്കെ ലെവൽ ചെയ്യാൻ ഒരാളെ നിർത്തേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഫുള്ള് JCB പണി തന്നെ നല്ലത്. അല്ലെങ്കിൽ തീരില്ല, അത്രയും മണ്ണിൻ്റെ പണിയുണ്ട്. ഇതിലേക്കൊക്കെ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരാൾ പോലും അവിടേക്ക് ഇടുമ്പോൾ അർബാനയിൽ ലെന്തിൽ കൊണ്ടുവന്നാലും ടൈം കണ്ടമാനം എടുക്കും. അപ്പോൾ ഇത് JCB ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള പരിപാടി കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് വേണം JCB വിളിച്ച് ഇത് ചെയ്യാം. അതിന് മുന്നേ തേസുകാർ ഇനിയിപ്പോൾ നാളെ പറ്റുന്നത് അങ്ങനെയായിട്ട് വരും ഇല്ലേ എന്നുള്ളത് അറിയണം. അവർ വിളിച്ച് നോക്കിയിട്ട് കിട്ടാനുള്ള ചാൻസ് കുറവാണ് വിളിച്ചാൽ. അതുകൊണ്ട് ഞാൻ വിളിച്ചിട്ടുമില്ല. ചില ഫിറ്റ് ആണെങ്കിൽ അവരോട് വരാൻ പറയണം. ഇല്ല വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പണി നോക്കണം. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാളായി, ഇപ്പോൾ എനിക്ക് തോന്നുന്നു 1 മാസത്തോളമായി തേപ്പുപണിക്കാർ വന്നിട്ട്. അപ്പോൾ ഇതേവരെ വീണ്ടും എത്തിയിട്ടില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളത് നോക്കി നിന്ന് കഴിഞ്ഞാലേ പണി പാടും. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ. നമ്മുടെ അങ്ങനെ ഉച്ച വരെയുള്ള പണി കഴിഞ്ഞ് അവർ ഊണ് കഴിക്കാൻ കയറിയിട്ടോ. അപ്പോൾ നിലവിൽ ഇനിയിപ്പോൾ ഇവിടെ 2 കഷ്ണടി വെക്കാനുള്ള, ബാക്കിയുള്ളതൊക്കെ ഫ്രണ്ട് വെച്ചു. ഇനി ബാക്ക് കൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മണ്ണും കാര്യങ്ങളും അവിടേക്ക് ഇട്ട് കഴിഞ്ഞാൽ മതിലിൻ്റേതായിട്ടുള്ള ഈ സൈഡിലത്തെ കെട്ട് ഫുള്ള് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഇവിടെയുള്ളൂ. അപ്പോൾ നിലവിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കല്ലൊക്കെ കണ്ടു ഇങ്ങനെ പുറത്തേക്ക് പ്രൊജക്ഷൻ ചെയ്ത് നിൽക്കണം. അതിന് നമ്മൾ ഓൾറെഡി കുഴി കാര്യങ്ങളൊക്കെ അത് ഇവിടെ അടിച്ചിട്ടിട്ടുണ്ട്. ആ മരുന്ന് കൊണ്ട് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വീണ്ടും ഇതിങ്ങനെ അടർത്തി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇനി എപ്പോഴെങ്കിലും ഗ്യാപ്പ് നോക്കിയിട്ട് ആ മരുന്ന് നമുക്ക് തന്നെ കൊണ്ടു ഒഴിക്കാൻ പറ്റും കേട്ടോ. അത് വേറെ ഒന്നുമില്ല, അത് ക്ലീൻ ചെയ്യുക, കുഴി ക്ലീൻ ചെയ്യുക, അതിനകത്തേക്ക് ഒഴിക്കുക, എത്ര ചെയ്യാറുള്ളൂ. ഈ ഫ്രണ്ട് സൈഡിലും അതുപോലെ തന്നെ 2 കുഴി കിടക്കുന്നുണ്ട്. അതിലും നമുക്ക് ഇത് ഒഴിക്കാനുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതിൽ കുഴി ഇവിടെ ഉണ്ട് നിലവിൽ. അപ്പോൾ ആ 2 ഇതിവിടെ ഉണ്ട് കേട്ടോ. 4 കുഴി കണ്ടുണ്ട്. ഇതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പീസും കൂടെ പോരും. അപ്പോൾ പിന്നെ നമ്മുടെ നിലവിൽ മതിൽ കെട്ടിയ സ്ഥലങ്ങളിൽ എന്താ പറയുക പെർഫെക്റ്റായിട്ട് കാര്യങ്ങളാവും. അപ്പോൾ ഇനിയിപ്പോൾ ഫ്രണ്ട് ഗ്രീൻ കെട്ടാനുള്ളൂ. അപ്പോൾ നേരെ ഇനി ഒരു ഊണ് കഴിക്കാൻ കയറിയതുകൊണ്ട് തന്നെ ഞാൻ പോയിട്ട് രാജേഷിൻ്റെ അടുത്ത് പോയിട്ട് അവൻ അവിടെ ഉണ്ടോ എൻ്റെ കാണുന്നത്, അവൻ അവിടെ ഉണ്ടെങ്കിൽ കല്ല് കിട്ടാറായെങ്കിൽ കല്ല് കൊണ്ട് തട്ടിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് പണി സ്ഥലത്തേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ ഇനി വീണ്ടും അവൻ്റെ അടുത്ത് പോയിട്ട് കല്ല് കിട്ടാറായിട്ടില്ലെങ്കിൽ വീണ്ടും തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരേണ്ടി വരും. അപ്പോൾ നേരെ നമുക്ക് രാജേഷിൻ്റെ അവിടേക്ക് പോകാം. ഓക്കെ, കുറേ ദിവസമായി ഇനി ഇതാ കൊള്ളി വേണമെന്ന് പറഞ്ഞു. കൊള്ളി വറക്കാനായിട്ട്, കൊള്ളിയല്ല കപ്പ, മറ്റേ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക കൊള്ളി ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് കൊള്ളി കണ്ടപ്പോൾ കുറച്ച് കൊള്ളി അങ്ങോട്ട് മേടിച്ച് കൊണ്ടുപോയി ഇനി വറക്കാമെന്ന് വിചാരിച്ചു. എടുത്ത് വെച്ചിട്ടുണ്ട്. രാജേഷ് നിലവിൽ അവൻ്റെ വീട്ടിലാണ്. വണ്ടി അവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കാണ്. കല്ലിന് ഓട്ടം ഇതിൻ്റെ പെട്ടെന്ന് കിട്ടണമെങ്കിൽ 5 മണി കഴിയും. അപ്പോൾ 5 മണി വരെ എന്തായാലും വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് വണ്ടിയിൽ കയറി പോകാമെന്ന് വിചാരിക്കണം. അതിന് മുന്നേ കിട്ടുകയാണെങ്കിൽ അവരോട് പൊക്കോളം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ കൂലി കൊടുക്കാനും പണിയിപ്പിക്കാനും നിൽക്കണ്ട ഞാൻ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് അങ്ങനെ കിട്ടുകയാണെങ്കിൽ ആ സമയം വഴിയും പോയി വരാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ നടക്കുമെന്ന് തോന്നണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 മണി കഴിഞ്ഞിട്ടാണെങ്കിൽ പോവും. ഇല്ല വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോക്ക് ക്യാൻസലായി, കല്ല് പണി നിർത്തി തന്നെ പോകും. ഇത് കണ്ടു പഞ്ചായത്തിൻ്റെ വണ്ടിയാണ് കേട്ടോ. പഞ്ചായത്തിൽ നിന്ന് പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ ഇവിടെ ഓരോ വീടിൻ്റെ മുന്നിൽ നമ്മൾ പ്ലാസ്റ്റിക്കുകൾ എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഈ ഇതിലാക്കി ചാക്കിലാക്കി ഫുള്ള് സാധനങ്ങളും കൊണ്ടുപോകാനാണ് ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെയൊക്കെ എല്ലാ വീട്ടിലും നമ്മൾ പൈസ കൊടുക്കണം. മാസത്തേക്ക് 60 പറഞ്ഞ് പൈസ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ ചാക്കിൽ കെട്ടിയിട്ട് വെച്ച് ഒരു വന്ന് കൊണ്ടുപോയിക്കോളും. അപ്പൂസ് ഇന്ന് ക്ലാസ്സിൽ പോയിട്ടില്ല. എന്താ കാരണം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു മാർക്കുകളില്ലാത്ത കുട്ടികളോടൊന്നും വരണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം നിനക്ക് മാർക്കില്ല എന്നാണ് അപ്പൂസെ? എനിക്ക് മാർക്കുണ്ട്, അതുകൊണ്ട് മാർക്കുള്ള കുട്ടികളോട് വരണ്ടെന്ന് പറഞ്ഞേക്കണേ. പഠിക്കില്ലാത്ത കുട്ടികളൊക്കെ വന്നോട്ടെ. അപ്പൊ നീ ഇന്ന് ഇത്രയധികം പഠിച്ചപ്പോൾ നിനക്ക് ഇന്നും പോയിരുന്നില്ല, ആസ്വദിക്കായിരുന്നില്ല? എല്ലാ ദിവസവും സ്കൂളിൽ പോകണതല്ലേ ഇഷ്ടം? അതെ, അതുകൊണ്ടാണ് നീ കൂടുതൽ പഠിച്ചേ. പറയണ്ട, തറയിൽ മണ്ണ് വാരിയുള്ള എവിടം വരെ ആയി? ഞാൻ ഇന്നലെ വന്നപ്പോൾ കണ്ടായിരുന്നു സംഭവം. എവിടം വരെ ആയി? കലക്കിയിട്ടില്ല അല്ലേ? അതെ ഗായ്സ്, ഇതേ നമ്മുടെ അവിടെ തറ പണിതായിരുന്നില്ല, അതിനകത്തേക്ക് ഇന്നലെ JCB വന്നിട്ട് മണ്ണും കാര്യങ്ങളൊക്കെ ഫുള്ള് കോരിയിട്ടു. ഇനി കലക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ കുട്ടിക്കിറ്റാച്ചി വരണം. കുട്ടിക്കിറ്റാച്ചി വന്നിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് വേണം കൂട്ടി കലക്കാനായിട്ട്. എന്നത്തേക്ക് വരാമെന്ന് പറഞ്ഞാൽ നാളെ വരും. അപ്പോൾ നാളെ വന്നിട്ട് നമ്മുടെ
ആ ഫുള്ള് അടിച്ച് കലക്കാൻ. ആ അപ്പോൾ അല്ലെങ്കിൽ പിന്നെ മുന്നേ തൊട്ട് ലക്ഷം അടിച്ചിട്ടാൽ മതി. ഞാൻ ഐഡിയാസ് പറഞ്ഞത് ഇവനാ ജൂനിയർ എഞ്ചിനീയറാണ്. അപ്പോൾ ഇവന് എത്രയും പെട്ടെന്ന് ഒരു വലിയ എഞ്ചിനീയറാക്കി വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എല്ലാ ടെക്നിക്കുകളും ഞാൻ ഇവനെ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഇവൻ വെള്ളം വണ്ടിയിൽ ആശുമായിട്ട് പണി കുറച്ചാണ്, നല്ല എഞ്ചിനീയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നേരെ പണിയുടെ സ്ഥലത്തേക്ക് പോകണം കേട്ടോ. ഗായ്സ്, നമ്മൾ രണ്ടാമത് തിരിച്ചു വന്നപ്പോഴേക്കും ഈ സൈഡിലുള്ള കെട്ടും എല്ലാം തീർത്തു കിട്ടും. അത് ഇത് കണ്ടു ഒരു ബെൻഡ് ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ ഫുള്ള് വീടിൻ്റെ ഫ്രണ്ടിലേക്കുള്ള നല്ല വളവൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക പില്ലർ കെട്ടണമെങ്കിൽ ഉള്ളിലേക്ക് വലിച്ച് ഇവിടെ നമുക്ക് പില്ലർ കെട്ടാനുള്ള സ്ഥലം. അതുപോലെ ഈ സൈഡിലും നമ്മുടെ ഇങ്ങനെ ഇടിഞ്ഞ് കിടക്കണ പോലെ അല്ലായിരുന്നു, അതും കെട്ടി. ഇത് കണ്ടു, ഇതും കെട്ടി ഈ ലെവലിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് മതിൽ പണിയാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഗേറ്റ് പണിയാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ മതിലിൻ്റെ ഫുള്ള് വർക്കും ഇന്നത്തെ ഫുൾ വർക്കും തീർത്തു. ഇവിടെയൊക്കെ എന്താ പറയുക പരിക്കനൊക്കെ അടിച്ച് കുണ്ടും കുഴിയുള്ളതൊക്കെ ലെവൽ ചെയ്തു. ഇനി അവിടേക്ക് ഉണ്ട് കേട്ടോ. അത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തേപ്പ് പണിക്കാർ വരുമ്പോൾ അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഈ പരിപാടി അങ്ങനെ ഫുള്ള് ഭംഗിയായിട്ട് നമ്മൾ കെട്ട് ഫുള്ള് കല്ലുപണിക്കാർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ സംഭവങ്ങളും തീർന്നു കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ഇനി കല്ലുപണിക്കാരെ വിളിക്കണമെങ്കിൽ ബുദ്ധിമുട്ടല്ല. അപ്പോൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള കുറച്ച് അല്ലാതെ ചില പരിപാടി ഉണ്ടായിരുന്നു. ഫുൾ കാര്യങ്ങൾ ഭംഗിയായി തീർന്നു. ഇത് ഇവിടെ ആണെങ്കിൽ നമ്മൾ ഇവിടുത്തെ അതുപോലെ മെയിനായിട്ട് ഉണ്ടായ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിൽ അവിടെ ഇവിടെ കിടന്ന കല്ലുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഫുള്ള് തീർത്തു. ഇതിന് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു സംഭവം ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്യാനുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതുപോലെ ദേ നമ്മളുടെ ഇതിലേക്കും ബാക്കി വന്ന കല്ല് 2-3 കല്ലൊക്കെ വന്നത് നമ്മൾ ഇവിടെ ഇട്ടു. അതുപോലെ തന്നെ ദേ ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ, വലിയ സ്റ്റെപ്പ് പോലെ. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ നമുക്കൊരു കിച്ചൻ്റെ ഇതുപോലെ പുകയില്ലാത്ത അടുപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു വരാന്ത പോലെ അമ്മിക്കല്ലോ കാര്യങ്ങളോ വെക്കണമെങ്കിൽ അതും വെക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു എന്താ പറയുക 5 അടി പുറത്തേക്ക് തള്ളിച്ചിട്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു 10 അടി ഗ്യാപ്പിൽ ഒരു ചെറിയൊരു കെട്ട് തറയുടെ താഴത്തായിട്ട് അടിവശത്തിട്ട്, അല്ലാണ്ട് തറ വീണ്ടും ഹൈറ്റ് കൂട്ടുകയല്ല ചെയ്ത് തറയുടെ അടിയിൽ നിൽക്കാവുന്ന 2 സ്റ്റെപ്പ് താഴെ ആവാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഒരു സ്റ്റെപ്പ് അവിടെ ഇടും, അതിന് ശേഷം ഈ തറയുടെ ഇതിനകത്തേക്ക് വരും. അല്ലെങ്കിൽ നമ്മുടെ തറയുടെ അളവൊക്കെ ഫുള്ള് മാറിപ്പോവും. അപ്പോൾ അത് കാരണം നമ്മൾ അങ്ങനെ കെട്ടാൻ പാടില്ല. തറയ്ക്ക് ഒപ്പം തന്നെ കെട്ടി വന്നു കഴിഞ്ഞാൽ വാസ്തുപ്രകാരമുള്ള കണക്കുകളൊക്കെ മാറും. അപ്പോൾ അതൊന്നും മാറാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ ഭംഗിയാക്കി. അപ്പോൾ ഈ പരിപാടി നമ്മളുടെ തീർന്നു. ഇവിടുത്തെ ഫുൾ വർക്ക്, അതായത് കല്ലിൻ്റേതായിട്ടുള്ള ഇവിടുത്തെ ഫുൾ വർക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് കല്ലിട്ട് നിറച്ച് നമ്മൾ ചാക്ക് വെച്ച് മൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ മൂടി കിടക്കണം മണ്ണ് മുഴുവൻ ഇവിടേക്ക് വടിച്ചെടുത്ത് ലെവൽ ചെയ്തത്. ഇവിടെ ലേശം കുണ്ട് പോലെയല്ലേ കിടക്കണം, അതൊക്കെ ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ പരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ ചേട്ടന്മാർ ഫുൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഹിന്ദിക്കാർ ഹാപ്പി ആയിട്ട് എല്ലാ പണിയും തീർത്ത് തന്നു കേട്ടോ. 2 ദിവസം ഫുള്ള് വർക്ക്. അപ്പോൾ അത് ഫുള്ള് ഫിനിഷ് ചെയ്തു. ഇനിയിപ്പോൾ രാജേഷ് നിലവിൽ ഇപ്പോൾ അവിടേക്ക് കല്ല് കയറ്റിയിട്ട് ഒരു 5 മണിയാകുമ്പോഴേക്കും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവരുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ 5 മണിയാകുമ്പോൾ ഇവരെ അങ്ങനെ കയറ്റി പള്ളിമൂലിക്ക് ചെല്ലാൻ പറഞ്ഞേക്കണേ. കല്ല് കയറ്റിയാവും പള്ളിമൂലിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ സ്കൂൾ ടൈമിൽ കയറ്റി അവിടെ നിൽക്കുകയാണോ ഇനിയിപ്പോൾ ഇവിടുന്ന് കയറ്റി പോകണുള്ളൂ എന്ന് ഞാൻ ചോദിച്ചില്ല. അപ്പോൾ 5 മണിയാകുമ്പോൾ ഞാൻ അവിടെ നിൽക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിലവിൽ ഇനിയിപ്പോൾ 5 മണിയാകുമ്പോഴേക്കും നേരെ അവിടെ എത്തണം. അപ്പോൾ 4:45 ഇവരുടെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഇവിടെ തട്ടിമുട്ടി നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അടയ്ക്കാനുള്ളതും അടച്ചു തീർത്തു, ഇവിടെ കെട്ടാനുള്ളതും കെട്ടി തീർത്തു. മൊത്തത്തിൽ ഫുൾ പരിപാടികൾ അവസാനിപ്പിച്ചു. പയ്യാ ജൽദി. അപ്പോൾ നമുക്ക് വേഗം പോവാം, മനസ്സിലായോ? അല്ലെങ്കിൽ രാജേഷ് എന്നെ കൊണ്ടുപോകാണ്ട് പോവും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ലാസ്റ്റ് ഫൈനലായിട്ടുള്ള ഘട്ടം. ഇവിടെ മരിയാണ് കേട്ടോ ഇപ്പോൾ തീർന്നിട്ടുള്ളത്. ഇനിയപ്പോൾ ഇവിടെ നോക്കി നിന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് രാജേഷിൻ്റെ അവിടേക്ക് നേരെ നിന്നട്ടോ ഗൈസ്. അപ്പോൾ എനിക്ക് സംതൃപ്തിയായി. കാരണം എന്താ വെച്ചാൽ ഇത്രയധികം പണികളുണ്ടായിരുന്നു കല്ലിൻ്റെ, ഞാൻ എത്ര പെട്ടെന്ന് തീരുമെന്ന് വിചാരിച്ചില്ല. എല്ലാം ഭംഗിയായിട്ട് ഇത് കണ്ടില്ല കെട്ടി വെച്ചേക്കണം. നോക്കിയേ എന്തെന്ന് പറയുക, സൂപ്പറായി. ഇത്ര വീതിയിൽ ഇവിടെയുള്ള ഫുള്ള് കല്ലുകൾ എടുത്ത് ഇങ്ങനെ ചെയ്ത് തരുമ്പോഴേ നമുക്ക് മാനസിക സംതൃപ്തി ഭയങ്കരമായിട്ട് ആയി. പിന്നെ ഈ വളവൊക്കെ കറക്റ്റ് ചെയ്തതോടുകൂടി ഇനി നമുക്ക് ആകെ 3-4 കല്ല ബാക്കിയിരിക്കണുള്ളൂ. അതെന്തായാലും ഇവിടുന്ന് ഇങ്ങോട്ട് കെട്ടിപ്പോകണം. ഈ കെട്ടിയിട്ടുള്ള പോലെ തന്നെ ഇവിടുന്ന് അങ്ങേറ്റം വരെ കെട്ടിപ്പോകണം. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ നമുക്കെടുത്ത് കെട്ടി ഇവിടെ അവസാനിപ്പിക്കുകയും ചെയ്യാം. പിന്നെ ആ കട്ടയൊക്കെ ഇവിടെ മണ്ണ് നിരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കട്ടയൊക്കെ നേരെ എടുത്ത് ഇങ്ങോട്ടേക്ക് ഇട്ട് ബാക്കി കെട്ടാനുള്ള നമ്മുടെ സ്റ്റെപ്പ് കെട്ടാനുള്ള കട്ടയാണ് കേട്ടോ കാണുന്നത്. അതുപോലെ തന്നെ അതെടുത്ത് ഇവിടെ സ്റ്റെപ്പും കെട്ടണം. ബാക്കി ഇതാ കിടക്കണത് എടുത്ത് മതിലിൻ്റെ ഇവിടെയും കെട്ടണം. പിന്നെ നമ്മുടെ അവിടെ ഒരു കെട്ട് വരുന്നതും കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഫുള്ളായി. രാജേഷിനോടേക്ക് പോവാം. ഓക്കെ, എത്ര പേര് കയറി? നമ്മൾ 5 പേര്, 6 പേര് ടോട്ടല്. ഇനി ആൾക്കാരുണ്ടോ? 2 പേരെ കിട്ടി കേട്ടാൻ സ്ഥലമുണ്ടേ. എന്തായാലും രാജേഷ് പള്ളിമൂലയ്ക്ക് വരാന്ന് പറഞ്ഞേക്കണം. അപ്പോൾ ഇവരെ പള്ളിമൂലയിൽ ഇറക്കാം. അപ്പോൾ അവിടെ വരെ ഒരുമിച്ച് പോകാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയും ചേട്ടാ. 5 മിനിറ്റ് വൈകിയതിന് തെറിയാണ് ഗൈസ്. വെയിറ്റ് ചെയ്യാൻ സമയമില്ല എന്ന് പറയണത്. നീ മോലാലിനെ കയറ്റാണ്ട്
നീ പോവാണല്ലേ? മുതലാളിയെ കേട്ടാന്നല്ല, മുതലാളിക്കോട് വന്നിരിക്കാൻ നിനക്ക് കത്താ മസാലിയാ. ഇത് ഓടിക്കോ നിൽക്കുമല്ലേ കിട്ടാൻ അറിയോ? നീ ഇവിടെ തമാശ എത്ര നേരം പോയെന്നറിയോ? വണ്ടി ലോക്കായി ഉണ്ടാവും വിചാരിക്കല്ലേ? ഈശോ പെട്ടൂരോ. അപ്പൊ നിനക്ക് എന്താന്ന് ധൃതിന്ന് നീ പറയണേ? വേഗം വന്നിട്ട് വീണ്ടും ക്യൂലിടാനാണ്? അല്ല, ഞാനും വിചാരിച്ചു നീ ഇത്ര ധൃതി പിടിക്കണേന്ന്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പോണങ്ങാട്ടിൽ വന്നിട്ട് നിർത്തി, അതാണ്ടായത്. അല്ലെങ്കിൽ കുഴപ്പമുണ്ടായില്ല. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു 4:50 മടയെന്ന് ഇറങ്ങും. 4:50 മടയിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഇറങ്ങിയത് ഇവിടെ 58-56 പറഞ്ഞു. റോഡിലേക്ക്, മെയിൻ റോഡിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നല്ലേ? 5 മണിക്ക് മുന്നേ. 5 മണിയാകുമ്പോ റോഡിലേക്ക് എത്തും. ഞാൻ വിചാരിച്ചു നീ 5 മണിക്ക് മടയെന്ന് എടുക്കുള്ളൂന്നാ. 58-ന് എടുക്കുന്ന നീ എന്നോട് പറഞ്ഞേ മടയെന്ന്. അപ്പൊ എന്തൊക്കെയായാലും രാജേഷ് അങ്ങനെ ഇന്ന് എന്നെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഓടിച്ചിട്ട് പിടിച്ചു രാജേഷിനെ. വണ്ടി കാറിത് പെടച്ച് അടുത്ത സ്ഥലത്ത് നിന്നും ഓടിച്ച് വെട്ടിച്ച് അങ്ങനെ കയറിയിരിക്കുകയാണ്. പക്ഷെ രാജേഷിന് വണ്ടിയില് പണി കഴിപ്പിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ടിപ്പറിന് ഓട്ടമുള്ള കാരണം എപ്പോഴെങ്കിലും കിട്ടിയാൽ മതി എന്നായില്ലേ? അത് കിട്ടിയിട്ട് വേണം വേഗം പണി കഴിക്കുന്നു. നീ പോകണ്ടില്ല, എന്നെ കൊണ്ടുപോകണില്ലോ. വണ്ടി കൊണ്ടുപോയിടാൻ മാത്രം നമ്മളും പണി നോക്കാൻ നീ കത്തിക്കാനുള്ള പോണേ. അല്ലടാ, നീ ഇവിടെ നിന്നിട്ടുള്ള പണി കിട്ടിക്കണം. അതിന് എന്റെ ഒപ്പം വന്നിട്ട് കാര്യമില്ലെന്ന് വെച്ചിട്ടാ ഇവിടെ അരിക്കാശ് ഇടിച്ചു. അയാളാ ഈ പെണ്ണാ? അയാള് വണ്ടി ഇടിച്ചു ഗൈസ്. എന്തെങ്കിലും ആവട്ടെ, ഒന്നും പറ്റിയിട്ടില്ല. അപ്പൊ വണ്ടി കൊണ്ടിടാൻ പോകുമ്പോഴേ നിന്നെ കൊണ്ടുപോയത് ഓടിക്കാനാ. അവിടെ ഇനി ഓടിക്കലില്ല. എവിടെ ഇപ്പൊ നമ്മൾ പോയ സ്ഥലത്ത് ആ വണ്ടി ഒരു സ്ഥലത്ത് കയറ്റിട്ടേക്കുക. അവിടേക്ക് നീയും കൂടി വന്നാൽ നിന്റെ അരിക്കാശും എന്റെ അരിക്കാശും മുട്ടും. ഇതിപ്പോ ആകെയുള്ള ഒരു അരിക്കാശ് ഏതാ? എനിക്ക് അരിക്കാശ് മുട്ടില്ല, എന്റെ പണി കഴിഞ്ഞിട്ടാ വരുന്നത്. അപ്പൊ എപ്പോഴാണ് നമ്മള് പോണേ? വൈകുന്നേരാ എറണാകുളത്തത്. എനിക്ക് കാലത്ത് ട്രിപ്പല്ല കിട്ടല്ലോ, കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞോണ്ട് ഇന്നലെ നമുക്ക് ഉച്ചക്ക് ഇന്നലെ 2 ട്രിപ്പ് കിട്ടിയില്ലടാ. ഇന്നലെ പറഞ്ഞോ, മിനിയാന്ന് 2 കിട്ടിയില്ലേ? ചില ദിവസം 2 കിട്ടില്ലേ? നിന്നെ വിളിച്ചു കൊണ്ടുപോയിട്ടേ വണ്ടിയുടെ ഓട്ടം കളഞ്ഞിട്ട് കാര്യമില്ല. ഇല്ലാത്ത ദിവസം പോവാലോ. ട്രിപ്പ് ഇല്ലാത്ത ദിവസം പോവാ, അപ്പൊ കുഴപ്പമില്ല. അരിക്കാശ് കളഞ്ഞിട്ടുള്ള കളിയല്ല, അരിക്കാശ് കളയാനുള്ള. നീ ചായ കുടിച്ചാ? ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ ഉച്ചയ്ക്ക് ഊണ് പോലും കഴിച്ചിട്ടില്ല. ഗായ്സ്, ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കഴിക്കാത്തതുകൊണ്ട് എനിക്ക് വിശക്കുണ്ട്. അപ്പൊ രാജേഷിന് വൈകുന്നേരം 4 മണിക്ക് പോകുമ്പോ ഒരു ബിരിയാണി മേടിച്ചു കൊടുക്കാന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ ഇനിയിപ്പോ അത് വേണ്ട. കാരണം വെച്ചാൽ അവൻ ഓൾറെഡി വയറ് ഫുള്ളാന്നാണ് പറഞ്ഞത്. വയറ് ഫുള്ള് മാത്രല്ല, എനിക്ക് ബിരിയാണി കഴിക്കാൻ അത്രയും നേരം പോകാൻ. അത് ശരിയാണ്. നിങ്ങൾക്ക് ചായ പോലും കുടിക്കാൻ സമയമില്ല. ഇതെന്താന്നറിയോ ഗായ്സ്, ഇതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങളൊരു 5 മിനിറ്റ് ഇത് തട്ടിയിട്ട് എത്താൻ വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 5 മിനിറ്റ് സമയം കൊണ്ട് ഇപ്പൊ വണ്ടി ഒരു 25 വണ്ടിയിലൊക്കെ പിന്നിലായി പോകും നമ്മള്. കാരണം പിന്നെ നാളെ കല്ല് കിട്ടുമ്പോ ഇപ്പൊ വൈകുന്നേരം കൊണ്ടിട്ടിട്ട് 5 മണിക്ക് കൊണ്ടുവരുന്ന വണ്ടിയാണെങ്കിൽ നാളെ ഉച്ചയാകുമ്പോഴേക്കും കല്ല് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 1 മണിക്കൂർ ചായ കുടിക്കാൻ 1/2 മണിക്കൂർ ചായ കുടിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വണ്ടി ചിലപ്പോൾ കല്ല് കിട്ടുന്ന നാളെ വൈകുന്നേരം 4 മണി 5 മണിയാവും. അപ്പൊ അങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ കല്ല് കിട്ടിയ എത്രയും പെട്ടെന്ന് തട്ടിയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് അവിടെ ഇറങ്ങും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് രാജേഷ് തിരക്ക് പിടിക്കുക. അതുകൊണ്ട് വേറെ ഒന്നല്ല. നിനക്ക് തിരക്കാന്ന് വിചാരിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും നീ ബസ്സിലെ ഡ്രൈവറാണ്. നമ്മുടെ തിരക്ക് എന്താണെന്നുള്ളത് ആൾക്കാർക്ക് അറിയില്ല. ഇപ്പൊ മനസ്സിലായി. പിന്നെ ആ തന്നെയല്ല ഞങ്ങളുടെ അവിടുത്തെ പാറമട ഇനി എത്ര ദിവസം ഉണ്ടെന്നുള്ളത് അറിയില്ല. പെട്ടെന്ന് നിർത്താൻ പോകുന്നത് പറയാൻ കേട്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യക്കാർക്ക് പെട്ടെന്ന് ഞങ്ങൾക്ക് കല്ല് വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപ്പ്, മുളക്, സബോള, ഉള്ളി സാധനങ്ങൾ കയറ്റി കൊണ്ട് കൊടുക്കാം. ഇവിടുന്ന് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന പൈനാപ്പിളും അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ അന്യ സംസ്ഥാനത്തേക്ക് കൊണ്ടുകൊടുക്കാൻ പോവാ. രാജേഷിന്റെ വീട്ടിൽ അവിടെ ഇരുമ്പുള്ളി, അച്ചാറ്, ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ അന്യ സംസ്ഥാനത്ത് വെക്കും കേട്ടോ. അവിടുന്ന് വരുമ്പോ നമ്മൾ അവിടെ ഇങ്ങോട്ട് വരും. നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ ആവശ്യത്തിന് എടുത്തിട്ട് നമ്മൾ ഇറക്കി കൊടുക്കുള്ളൂ. പാപ്പിള് കൊണ്ടുവരികയാണെങ്കിൽ 2 പെട്ടി എപ്പോഴും നമ്മള് വീട്ടിലേക്കുള്ളത് വീട്ടിലിറക്കും. അപ്പൊ അവിടുന്ന് എപ്പോഴും നമ്മളുടെ പാർട്ടിയുടെ സാധനം വിട്ടിട്ട് 2 പെട്ടി കൂടുതൽ ആപ്പിള് അതുപോലെ തന്നെ ഇങ്ങനെ നല്ല നല്ല സാധനങ്ങൾ. അപ്പൊ അത് ബിസിനസ് ആയിട്ട് തുടങ്ങുകയും ചെയ്യാം അല്ലേ? അടി കിട്ടണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്കറിയില്ല, തമാശക്ക് പറയണതാ. ഏറ്റവും സാധനം പറയും നിങ്ങൾ കളവാണടാന്ന്. അതന്നെ കള്ളന്മാരാന്ന് പറയും. അതല്ല കഴിച്ചു ഞങ്ങൾക്ക് അറിയില്ല, അതോട് ചുമ്മാ പറഞ്ഞതാ. അപ്പൊ എന്തായാലും നമ്മള് നേരെ ഇപ്പൊ എവിടേക്ക് രാശി ഇന്ന് പോണത്? അപ്പൊ കല്ലും കൊണ്ട് ക്രിസ്റ്റഫർ നഗർ അല്ലേ? അത് അഞ്ചേരിച്ചിറ ആ ഭാഗമല്ലേ? അതായത് നിതയുടെ വീടിന്റെ ഭാഗം. അതെ, കാച്ചേരി അഞ്ചേരി അതന്നെ ആ ഭാഗം തന്നെയാ. കാച്ചേരി ഇത്തിരി വ്യത്യാസമുള്ള ചെറിയ വ്യത്യാസം ഉണ്ടല്ലേ? ആയിക്കോട്ടെ. രാജേഷ് സംതൃപ്തിക്ക് ഞാൻ സമാധാനത്തോടു കൂടി പറഞ്ഞു കൊടുത്തപ്പോൾ ഞങ്ങൾ നേരെ ഇപ്പൊ നമ്മുടെ ഇവിടെ എത്തി.
ഇത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മ്യൂസിയം റോഡ്, ഇങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോളേജ് റോഡിലേക്ക് ചെന്ന് കയറും. ഞങ്ങൾ നേരെ കോളേജ് റോഡിൽ ചേർന്നിട്ട് മിഷിയൻ്റെ അതിൽ കയറി നേരെ കുട്ടനെല്ലൂർ പോണ റൂട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ ക്രിസ്റ്റഫർ നാറെ. അപ്പോൾ ഒരു 10 കിലോമീറ്റർ പോകാനുണ്ട്. 10 കിലോമീറ്റർ ഇല്ല അല്ലേ, 5 കിലോമീറ്റർ പോകാനുണ്ട്. അപ്പോൾ നേരെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. നല്ല തിരക്കാണ് കേട്ടോ. നമുക്ക് ഇങ്ങോട്ടല്ലേ തിരിയണ്ടേ? ആ, നമുക്ക് ഇങ്ങോട്ട് തിരിയണം. പിന്നെ രാജേഷ് ലേശം സ്പീഡ് കുറച്ചു. രാജേഷ് പറയണ ബ്രേക്ക് ശരിക്കും കിട്ടണില്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക് പണിതിട്ട് ഓടിച്ചാൽ മതി എന്ന് പറഞ്ഞങ്ങനെ. നന്നായിട്ട് കുറവുണ്ട് രാജേഷേ പോവാല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറഞ്ഞ പോലെ തന്നെ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എന്തിട്ടാണ് ഒരു സാധനം വാങ്ങിക്കുന്നത്? ഗാർജറ്റ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ സാധനമുണ്ട്. ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ തിരിഞ്ഞു കൊടുക്കുന്ന സാധനം അതിൻ്റെ പേര് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതനുസരിച്ച് ബ്രേക്ക് കൂടുതൽ വരും. അപ്പോൾ കണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം തേഞ്ഞതായതുകൊണ്ട് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ മറിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് തീർന്നു. അപ്പോൾ ഇനിയിപ്പോൾ ആ സാധനം മാറ്റേണ്ട വരില്ലെന്ന് പറഞ്ഞാൽ ഐശ്വര്യനെ കറക്റ്റ് അറിയുള്ളൂ. പുറത്തുനിന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ് പറയണത്. ഇത് ഏതാ കല്യാൺ സിൽക്സിൻ്റെ വണ്ടി ബാഗ് റെഡ് കളറ് കുട്ടി വണ്ടി അല്ലേ? അപ്പോൾ എന്തായാലും ആ സാധനം ഒന്ന് അഴിച്ചു നോക്കണം എപ്പോഴെങ്കിലും ഗ്യാപ്പ് അനുസരിച്ച്. ഞങ്ങൾ ഇത് പള്ളിക്കുളത്തിൻ്റെ അവിടെ പുത്തമ്പള്ളിയുടെ ബാക്ക് സൈഡാണ് പള്ളിക്കുളം. ആ പള്ളിക്കുളത്തിൻ്റെ ആ വഴിക്ക് വന്നിട്ട് ഇറങ്ങി വന്നത് നമ്മൾ. അത് ഈ ചായക്കട ബെസ്റ്റ് ആയിരുന്നു പച്ചിക്കട. എനിക്ക് വേണമെങ്കിൽ ഞാൻ ഓടി പോയി മേടിച്ചോണ്ട് വരാം. 5 മിനിറ്റ് ഉണ്ട് വേണം. എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, സമ്മതിക്കാനല്ലേ കഴിച്ചു. തിരിച്ചെടുത്ത് നിർത്തിയാലും മതി, കുഴപ്പമില്ല. അപ്പോൾ പടയെന്ന് പറഞ്ഞ കാര്യം തീർക്കാൻ നമുക്ക്. എനിക്ക് തെറ്റ് പറ്റിയതാണ് കേട്ടോ. രാജേഷിനെ വെറുതെ തെറ്റിദ്ധരിച്ചു. ഞാൻ വിചാരിച്ച അഞ്ചേരിച്ചിറ ഭാഗമാണ്. ഇത് ആ ഭാഗമല്ല, ചീരാച്ചി ഭാഗമാണ്, കുറുക്കഞ്ചേരി. നീ പറയണ്ടല്ലോ ആയിഷ, എനിക്കൊരു തെറ്റ് പറ്റിയ തിരിച്ചു തരണ്ടേ? കുറുക്കഞ്ചേരി എവിടെ കിടക്കുന്നത്? ചീരാച്ചി എവിടെ കിടക്കുന്നത്? ശരിയാണ്, 2 ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു നിലവിൽ. ഇവിടെ എന്തോ വെള്ളത്തിന്റെ പൈപ്പിന്റെ പണി നടക്കണ്ടല്ലോ. നമ്മുടെ റോഡ് കുത്തിപ്പൊളിക്കുകയാണോ? ഓ, വെൽഡിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. പൈപ്പിന്റെ തന്നെയാണോ ഇത്? വെള്ളം പൈപ്പാണോ? ഗ്യാസ് പൈപ്പ് അല്ലല്ലോ? ഗ്യാസാണോ? ആ, ഗ്യാസിന്റെ പൈപ്പ് പോലെ തോന്നണത്. ഇവിടെ ഒക്കെ ഓരോ ഹോൾ ഇട്ടിട്ട് മൊത്തം കുത്തി പൊളിക്കുന്ന പരിപാടി ഇല്ലാട്ടപ്പോൾ ഒരുവിധമൊക്കെ ഹോൾ ഇട്ടിട്ട് ഹോളില് ഉള്ളിക്കട അങ്ങനെ കടത്തി വിടാന്നുകൊണ്ട് പൈപ്പ്. ഓ, ഇവിടെ കച്ചവടം തുടങ്ങിയില്ലപ്പോൾ പുതിയതായിട്ട് ചട്ടിക്കുട്ടിക്കലം റോഡ് സൈഡില് എവിടെ നോക്കിയാലും പുതിയ സിനിമയുടെ പോസ്റ്ററാ. സമരാഗ്നി സമരാഗ്നി സമരാഗ്നി. ഇത് സിനിമയാണോ? ഇവർ രണ്ടുപേരും അഭിനയിച്ചിട്ടുള്ള സിനിമയാ? അവർക്ക് സമരം, കോൺഗ്രസ്സുകാരുടെ സമരമാണ് സമരാഗ്നിയുടെ. അല്ല, പെട്ടെന്ന് വിചാരിക്കുക നമ്മള് സിനിമയുടെ പോസ്റ്റർ പോലെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഡോക്ടർ നേരം ചോദിച്ചതാ. ഓ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചായക്കടയുടെ മുന്നിലാണ് നീ പോണേ. പാർവതി ടീ സ്റ്റോളിന്റെ മുന്നിൽ അവിടെ വണ്ടി നിർത്താൻ സ്ഥലം ഉണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ മേടിക്കായിരുന്നു. ഞങ്ങൾ ശക്തൻ നഗർ കൂടിയിട്ട് നേരെ കുരിയച്ചിറക്കാണ് കേട്ടോ പോകുന്നത്. കുരിയച്ചിറ, പാലിയക്കര അങ്ങനെയുള്ള വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കണേ. ഇവിടെയൊക്കെ പൊളിച്ചിട്ടുണ്ട്. റോഡ് പണിയുടെ ബന്ധപ്പെട്ട് പൈപ്പ് ലൈനിന്റെ വർക്കൊക്കെ ആയിട്ട് എല്ലായിടത്തും പൊളിച്ചിട്ടേക്കുക. അത് കാരണം കുറച്ച് ബ്ലോക്ക് ഉണ്ട് സംഭവം. കണ്ട, എല്ലാവരും ചായ കുടിക്കാൻ റെഡിയായി നിൽക്കണത്. ഇതാണ് പാർവതി ടീ സ്റ്റോൾ. കണ്ട, സാധനങ്ങൾ കഴിഞ്ഞൂടാ. തിരിച്ചു വരുമ്പോൾ ഇവിടെ വണ്ടി നിർത്താൻ പറ്റില്ല. അതിന് പറ്റുകയാണെങ്കിൽ ഇവിടെ നിർത്താം, ഇല്ലെങ്കിൽ മറ്റോടത്ത് നിർത്തണം കേട്ടോ. എവിടെയെങ്കിലും നിർത്തണം. റോഡ് മൊത്തം എടുക്കും. ബെസ്റ്റ് ആയിട്ടല്ലോ. അല്ല, അവൻ കണ്ടില്ലേ കാണിച്ച പണി? നമ്മള് ചവിട്ടാൻ വേണ്ടിട്ടാവൂല്ലേ? ഞങ്ങൾ കല്ല് തട്ടണ സ്ഥലത്ത് എത്തിയിട്ടാ. ഈ ഒരു ഇടവഴിക്ക് ഇങ്ങോട്ട് റിവേഴ്സ് ഇറങ്ങി വരാം. ഇവിടെ തിരിക്കാനൊന്നും സ്ഥലമില്ല. അപ്പൊ ഞങ്ങൾ ഈ വഴിക്ക് ഇങ്ങനെ ഇറങ്ങി ഇവിടേക്ക് വന്ന് നേരെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ബാക്ക് ഇങ്ങോട്ടേക്ക് വെച്ചു. ഈ പ്രാവശ്യം അവിടുന്ന് തന്നെ വന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിച്ചു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കിട്ടും. സ്ഥലം കുറവാണ്. അവിടെ മതിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഒടിഞ്ഞ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചേർന്ന് ഇങ്ങോട്ട് വരണം. അവൻ നോക്കി ഓടിച്ചോളും. ഞാൻ പറയാൻ നിന്ന് കഴിഞ്ഞാൽ തെറ്റാ. ഓടിച്ചോ. പക്ഷെ അത് ഓടിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്യാപ്പ് ഉണ്ടപ്പോൾ അവിടെ ഉണ്ടാവില്ല. അത് കണ്ടോ, വരഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ വരണതേ. ആ, ഇനി ഫുൾ അടിച്ചോ. പോട്ടെ. ഓ, കണ്ടോ, അവിടെ പുതിയ മണ്ണ് ഇട്ടതാ. താഴുണ്ട് ചെറുതായിട്ട്. ഇനി ശരിയാക്കണം. പോട്ടെ. തറയിലേക്ക് വീഴില്ലേ? കുഴപ്പമില്ല. വേറെ തട്ടാൻ മാർഗമില്ല. ഇങ്ങനെ മാത്രം ഒടിഞ്ഞു വരുള്ളൂ. ഇനിയിപ്പോ ഫ്രണ്ട് എടുത്തിട്ട് നേരെ അല്ലെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കാം. അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പായ പിടിച്ചു കൊടുക്കട്ടെ. കണ്ടു, ഇതൊക്കെ താന്നുണ്ട് കുറച്ച്. ഇനിയിപ്പോ ഇങ്ങനെ തന്നെ നിർത്തി തട്ടി കൊടുക്കുക. അത് ഫ്രണ്ട് എടുത്ത് ലെവല് വരുമോ? ഇവിടെയൊക്കെ മണ്ണ് വെള്ളം ഒഴിച്ചിട്ടേക്ക് കേട്ടാ. പണി പാളും ചിലപ്പോ.
ലേശം ഫ്രണ്ട് എടുത്തിട്ടേ ഇങ്ങോട്ട് വരണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവര് തറയുടെ അടിയൊക്കെ ഫൗണ്ടേഷൻ പണി കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ തറ വെള്ളം ഒഴിച്ച് തരിപ്പിച്ചിട്ടേക്ക് ഇതിന്റെ അടിയിൽ എപ്പോഴും തറകെട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. കണ്ടോ? അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി കയറുമ്പോൾ കല്ലുണ്ടെങ്കിൽ കൂടിയും അവിടെ ഒന്നിരിക്കും, പതിയും, പിന്നെ എന്നാ ഇരട്ടിപ്പണിയാവും. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നോക്കിയിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. കുഴപ്പമില്ല, ഒന്ന് ഫ്രണ്ട് എടുത്തിട്ട് ഒന്ന് നേരെ വരിക, അത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആ കല്ല് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എന്റെ മാമന്റെ വീട്ടിലേക്കാണ് കല്ല് കൊണ്ടുവന്നേക്കണേ. ഇത്രയധികം കല്ല്. അല്ല, മാമന്റെ വീട്ടിലേക്ക് കല്ല് കൊണ്ടുവന്ന പോലെ ഉണ്ടല്ലോ. പോലീസ് പിടിച്ചാൽ ഞാൻ തന്നെ കൊടുക്കണ്ട ഫൈൻ? നീ കൊടുക്കില്ലല്ലോ. ആ ഓ ഞാൻ പറഞ്ഞില്ലേ ആ കല്ലിന്റെ അവിടേക്ക് കയറിയെന്ന്. പണിയായി. ഓക്കെ, എനിക്ക് അറിയാം അതുമലേക്ക് കയറിയ പണി കിട്ടുമെന്ന്. കണ്ട താന്നോന്ന ഇരുന്ന് പോയില്ലേ, അടി ഹൗസിങ് മുട്ടിണ്ടാവും. ഇനി എന്താ ചെയ്യാ? കയറി പോരുകയാണെങ്കിൽ കയറിയിട്ട് തട്ടിയാ മതി. വെട്ടും എന്തായാലും കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ചെരിച്ച് നിർത്തിയിട്ട് വണ്ടി ലോഡ് തട്ടാനും പറ്റില്ല. ആ വീല് കണ്ടു, ആ വീല് പൊന്തി. കണ്ട നേരത്തുനിന്ന് വിട്ടിട്ടാ നിക്കണത്. ആ കുഴപ്പമുണ്ടോ? ഈശോ, ഇങ്ങനെ ചെരിച്ച് നിർത്തിയിട്ടൊന്നും ഞങ്ങൾ ലോഡ് തട്ടാറില്ല കേട്ടോ. പണി കാണും അവിടെ. ആ വീലം കണ്ട നിലത്തുനിന്ന് പൊന്തിയേ ഭാഗ്യേ. കുറച്ച് വലിയ തട്ടി, അല്ലെങ്കിൽ എനിക്ക് കയറില്ല. ഓക്കെ, ഞാൻ 4 കല്ല് അവിടെ ഇട്ട് കൊടുത്തിട്ട് വേണം. വേണ്ട സംഭവം ഇത്തിരി താന്നിട്ടുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല. പണി പൊളിയാണ്. ഈ സൈഡ് പ്രശ്നമില്ലേ, ആ സൈഡ് കൂടി ഇരിക്കുകയാണെങ്കിൽ വണ്ടി കുഴപ്പമില്ല. ആ വീല് പൊന്തിയില്ലേ? കുഴപ്പമില്ല. എന്തായാലും 2 കല്ലിട്ട് കൊടുത്ത് ഞാൻ അവിടെ തന്നെ തട്ടാം. അതെ, മാറി വന്നാലും താഴും. അപ്പുറത്തും ഇതേപോലെ തന്നെയാ. എന്നിട്ട് ലൈൻ വെട്ടണേ. ഐഡിയ, രാജേഷിന്റെ ഐഡിയ നോക്കണം കേട്ടോ. എൻ്റെ ഐഡിയ മുന്നേ ഞാൻ നോക്കി, അത് താഴും എന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നു. ശരിയും ബാക്ക് എടുത്ത് ആ കുഴിയിൽ തന്നെ വെച്ചു കേട്ടോ. ഇനി അവിടെ നിന്ന് കയറി ലേശം ഒന്ന് മാറ്റി വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാ. ചേട്ടൻ അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് വരുന്നുണ്ടല്ലോ. കുറച്ചേ ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാ. നോക്കട്ടെ. ഇങ്ങനെ തട്ടാൻ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. ഇപ്പൊ എന്താണോ ഐഡിയ? സ്റ്റേഡിയാക്കി നിർത്തി തട്ടാൻ. എന്നാലും താഴെ അവിടെ വെയിറ്റ് പറഞ്ഞാലും പ്രശ്നമില്ല. വെയിറ്റ് മതി. ഇവിടെ സ്നേഹമതിലാണ്. അല്ല, കല്ലുകൊണ്ട് വെച്ചിട്ടുള്ളതിനും കുഴപ്പമില്ല. ഇതേപോലത്തെ സ്നേഹമതിലിന്റെ അടുത്തേക്ക് ഇപ്പൊ ഇത്ര അടുത്ത് കൊണ്ടു തട്ടേന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാം കൂടിയിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് ആകെ പൊടിയായി. ഞാനാണോ ഇവിടെ കുറ്റി ഇതേവരെ ശരിയാക്കിയിട്ടില്ല. വെറും 6 മാസമായിട്ടുള്ളൂ ഈ കംപ്ലൈന്റ് വന്നിട്ട്. നിക്കട്ടാ, ഓക്കെ ശരിയാക്കി. നേരത്തെ താന്ന കുഴി കണ്ട. ഇനി പ്രശ്നമില്ല. വണ്ടി ലോഡ് കുറഞ്ഞ കാരണം കുഴപ്പമില്ല. ലോഡാണെങ്കിൽ പുതിയ മണ്ണ് തുറന്നൊക്കെ അപ്പം തന്നെ ഇരിക്കും. ഇനിയിപ്പോൾ ഇവിടെ തിരിച്ച് അങ്ങോട്ടേക്ക് വരും. ഈ റിവേഴ്സ് കയറി പോയായിരുന്നു. അങ്ങനത്തെ എങ്ങനെയാന്ന് വെച്ചാൽ
കുഴപ്പമില്ല. ആലുവണ്ടി അതിലൊക്കെ കയറി സിമ്പിളായിട്ട് ഇങ്ങോട്ട് പോരും കേട്ടോ. അപ്പോൾ ഒരു പ്രശ്നമില്ല. കുറച്ചുകൂടി ബാക്ക് പോയാൽ ഓക്കെ. മുകളിൽ കണ്ട കേബിളിന്റെ വയറ് മുഴുവൻ തൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കണം. തൊട്ടിന്ന് മുട്ടിയിട്ടാ നിൽക്കണം. കേബിളിന്റെ വയറേ തൊട്ടില്ല എന്ന് പറഞ്ഞിട്ടാ നിക്കണേ. കണ്ടില്ലായിരുന്നോ? ടെക്നിമ പറഞ്ഞിട്ടാ പോരുന്നേ ഇവിടെ ഈ സൈഡ് ഇങ്ങനെ. അപ്പൊ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു നേരെ പോവാണ്. ഇനിയാണ് ചായ കുടിപ്പ് അല്ലേ? ഒരു വലിയ ഫ്ലാറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ആള് പോയി. ഇവിടുത്തെ പോസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. ഒരു ചേട്ടാ സ്കൂൾ ഇല്ല, കുഴപ്പമില്ല. എല്ലാം ഓക്കെ. നേരെ വിട്ടോ, ഒന്നും നോക്കണ്ട. പോസ്റ്റ് കൂടെ പോന്നിട്ട് നീ കണ്ടില്ല, ഞാൻ ശരിയാ. ജാതി വെയില്. ഇത് ഏതാ വണ്ടിടാ? XMM കല്യാൺ സിൽക്സിന്റെ വണ്ടിയാണ് സംഭവം. ഏതാണെന്നുള്ള അറിയില്ല ഗൈസ്. വണ്ടിയുണ്ട് ഏതൊരു വണ്ടി പേരുണ്ടെങ്കിൽ നമുക്ക് ഇന്നതാന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോ ഇന്നതാന്നുള്ളത് അറിയണില്ല. ആ മുന്നിൽ പോണ വണ്ടി ഏതാന്ന് അറിയണവരൊന്ന് കമന്റ് ചെയ്തോളാം കേട്ടോ. നമുക്ക് മനസ്സിലായില്ല ഏതാന്നുള്ളത്. ഇനിയിപ്പോ അതിനെ കാണാനും പറ്റില്ല, വിട്ടടിച്ച് പോയില്ല അത്. ബ്രേക്ക് ഇല്ലാത്ത വണ്ടി കൊണ്ട് നീ പിടക്കിയതല്ലേ? ആ വണ്ടിമേലെങ്ങാനും അത് ഓർമ്മയുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ. എനിക്ക് ഓർമ്മയുണ്ട്. ആ വണ്ടിമേലെങ്ങാനും അടുത്തേക്കടെ പോയാൽ തന്നെ ആ വണ്ടി മേടിക്കണമെങ്കിൽ നമ്മുടെ കുടുംബം എല്ലാം വെക്കേണ്ട വരുമെന്ന്. അല്ലടാ, ഇൻഷുറൻസ് ഉള്ളവരും കുഴപ്പമില്ല. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ കുടുംബം എല്ലാം വെക്കേണ്ട വരും. ആ വണ്ടി അതൊന്നും മനസ്സിലായില്ല. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. ചിരാച്ചി വളവ് അങ്ങോട്ട് തിരിഞ്ഞു. ഏതാണ് വണ്ടി തിരിഞ്ഞു പോയി. പോടും വണ്ടി അങ്ങോട്ട് കയറിപ്പോയി. ആരോടെയും ചോദിക്കാം, കല്യാണ പുതിയ വണ്ടിയിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. കുരിച്ചിറ സെന്ററിലെ തിരക്കാണ് കേട്ടോ. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ വേണ്ടി വണ്ടികൾ നിർത്തി കൊടുക്കുന്നതാ. പിന്നെ എന്താ പറയാ, വൈകുന്നേരം ഓഫീസുകളൊക്കെ വിട്ട സമയം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് മൊത്തത്തില്. കുരിച്ചിറ പള്ളി ഇതിലെ പോയി കഴിഞ്ഞാൽ എവിടെ ചെന്ന് കയറും? വഴി മാറ്റി സഞ്ചരിച്ചു. രാജേഷ് വഴി മാറ്റി നേരെ എവിടെ ചെന്ന് കയറും? വേറെ വഴിക്കായിട്ടോ സഞ്ചാരം. വഴി നന്നായിട്ട് പണി കഴിച്ചൂലോ. മിഷൻ കോട്ടേഴ്സ് വഴി ഇത് പുതിയതാക്കി വീട് നീ അറിഞ്ഞൂലേ? മിഷൻ കോട്ടേഴ്സ് വഴി അടിപൊളിയായിട്ടോ, സൂപ്പർ വഴി. ഇത് എവിടെ വരെ ശരിയാക്കി? ഹൈവേലേക്ക് വന്ന് മുട്ടലാണ് വരെ. ഇങ്ങനെ ആക്കണട്ടോ എല്ലാ റോഡും. ചെറു റോഡ് നീ കുഞ്ഞ റോഡിൽ കയറാനാവൂലേ? ഇങ്ങനെ കുഞ്ഞ റോഡുകൾ തെരഞ്ഞു പിടിച്ച് പോകാൻ കേട്ടോ, ബ്ലോക്ക് ഇല്ലാണ്ടിരിക്കാനായിട്ട്. ബ്ലോക്ക് ഇല്ലാണ്ടിരിക്കാൻ ഞങ്ങൾ മിഷൻ കോട്ടേഴ്സ് വഴിക്കാൻ അങ്ങോട്ട് കയറി വന്നത്. മിഷൻ കോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തില്ലേ തൃശ്ശൂരത്തെ ഏറ്റവും വലിയ കാശുകാർ മൊത്തം താമസിച്ചായിരുന്ന വഴിയാണ് മിഷൻ കോട്ടേഴ്സ്. ഈ വഴി എന്ന് പറയുന്നത് ഇതിന്റെ രണ്ട് സൈഡിലും ഏറ്റവും വലിയ വീടുകളായിരുന്നു. ഇപ്പം അത്ര വലിയൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇവിടെ വീടുള്ള ആൾക്കാരൊക്കെ വലിയ ശോഭയുടെ ഉള്ളിലേക്ക് പോയി. ജോസ്കോന്റെ വീട്, അതുപോലെ തന്നെ ആലുക്കാസിന്റെ വീട്, അതുപോലെ കുറേ പൈസക്കാരുടെ വീടുകളൊക്കെ ഈ വഴിക്കായിരുന്നു കേട്ടോ. ഇതാണ് പഴയ കാലത്ത് ജോസ്കോ അല്ല ആലുക്കാസിന്റെ മറ്റേ പരസ്യത്തെ ഷൂട്ട് ചെയ്തിട്ടുള്ള വീടാണ് ഈ കാണുന്നത്. അതുപോലെ ഇവിടെ നമ്മൾ ഏതാ ബെസ്റ്റ് ഇന്ത്യ കർഷക ഉള്ള ടീമിന്റെ അവര് തന്നെയല്ലേ. വലിയ വലിയ വീടുകളാണ് കണ്ട്. എല്ലാ വീടുകളും രണ്ട് സൈഡും ഒരേപോലെ തന്നെയാണ് കേട്ടോ. ഒരേപോലെ വണ്ടൻ വീടുകളുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അതിന്റെ ഈ വഴിക്ക് ഇങ്ങനെ കയറി വരുമ്പോ തന്നെയായിരുന്നു നിതയുടെ വീട്. നിതയുടെ വീടിന്റെ സ്ഥലം ഏതാണെന്ന് അറിയാം നിനക്ക്? ഈ ബിൽഡിങ് പണിയുന്നത്. ആ ബിൽഡിങ് പണിയുന്ന സ്ഥലമാണ് നിതയുടെ വീടായിരുന്നു. പഴയ തറവാട് അവിടെയായിരുന്നു. നിതയുടെ ഡാഡിയും മമ്മിയൊക്കെ അവിടെയായിരുന്നു കേട്ടോ. പിന്നെയാണ് അവിടുന്ന് അവര് സ്ഥലം വാങ്ങിച്ച് നേരെ ഇവിടേക്ക് അഞ്ചേരിച്ചിറയുടെ അവിടേക്ക് മാറിയത്. അതിന് മുന്നേ ഈ മിഷൻ കോട്ടേഴ്സിന്റെ ഫസ്റ്റ് ഇറങ്ങുമ്പോഴത്തെ തന്നെ വീടായിരുന്നു, അവരെ തറവാടും കാര്യങ്ങളൊക്കെ. അവിടെയൊക്കെ നല്ല ബ്ലോക്കല്ലേ.
ഞങ്ങൾ കുറച്ച് ദൂരം എന്തായാലും ഇടവഴിക്ക് കയറി വന്നുകൊണ്ട് ബ്ലോക്ക് ഇല്ലാണ്ട് വന്നു. വീണ്ടും ബ്ലോക്കിന്റെ ഉള്ളിലേക്ക് തന്നെ വന്ന് ചാടിയിട്ടാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ബ്ലോക്ക് ഉണ്ടാവില്ല. ആ ടാറ്റയുടെ പുതിയ വണ്ടി പഞ്ച് ഇലക്ട്രിക്കാന്ന് തോന്നുന്നു. പഞ്ച് അതെ, ഇലക്ട്രിക് പഞ്ച്. നല്ല രസമുണ്ട് കാണാൻ, നല്ല രസമുണ്ട് കാണാൻ. അയ്യ ഇതെന്താ പൊട്ട മണം? മീനിന്റെ അല്ലേ, ഉണക്കമീൻ്റെ മണം. മിഷൻ ഹോസ്പിറ്റലിൽ അവിടെ എത്തിയിട്ട് ഞങ്ങള് ലൈലൻഡ് ക്യാപ്റ്റൻ പുതിയ മോഡല് പോവാ. അപ്പൊ നമ്മൾ മ്യൂസിയം വഴിക്കാൻ തിരിച്ചു വരുന്നത്. വലിയ ഫോണടിയൊന്നും വേണ്ട, ചേച്ചി ഉന്നം പിടിച്ചൊക്കെ പോണത് തന്നെ. ഇപ്പൊ ഫോണടിച്ച വെകളി കാണിച്ചിട്ട് ചിലപ്പോ വണ്ടിയുടെ മുന്നിലേക്ക് തന്നെ വരും. അത് കുഴപ്പമില്ല. നിനക്ക് ചായയും കടിയും വേണമെന്ന് പറഞ്ഞാൽ വണ്ടി നിർത്താണ്ട് എനിക്ക് മേടിച്ചു തരാനുള്ള ട്രിക്ക് അറിയില്ല കേട്ടോ. വണ്ടിയിൽ ഇരുന്നിട്ട് വഴി മാറി പോകുന്നില്ലേ? ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവൂടാ, ഇവിടെ എവിടെയെങ്കിലും നിർത്ത്. സൈഡിൽ തന്നെ കിട്ടുകയാണെങ്കിൽ മേടിച്ച് വെച്ചിട്ട് പോവാം. പള്ളിമുല്ല മറ്റേ എഞ്ചിനീയർ വിമല കോളേജിന് മുന്നിലല്ലേ? നോക്കട്ടെ. ആ വണ്ടിയുടെ അടുത്തെത്തി, കാറിന്റെ അടുത്തെത്തി. നീ എവിടെന്നാ ബജ്ജി കഴിക്കണേന്ന്? അപ്പൊ നിനക്ക് വേണ്ട. അപ്പൊ എന്നാ ശരിടാ. അല്ലാണ്ട് പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ? ഇനി ഇപ്പൊ വണ്ടി നിർത്തില്ല എന്നാ പറയണേ. അപ്പൊ പിന്നെ വേറെ രക്ഷയൊന്നുമില്ല. നമ്മുടെ കാറ് കിടക്കുന്ന സ്ഥലത്തെത്തി. അപ്പൊ ഇവൻ നേരെ ഇവന്റെ വീട്ടിലേക്ക് പോട്ടെ, ഞാൻ നേരെ ചായ കുടിച്ചിട്ട് എന്റെ വീട്ടിലേക്ക് പോട്ടെ. ഇതിന് വേണ്ട. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? ചായ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വിളിക്കും. ഞങ്ങളുടെ അവിടെ പുതിയതായിട്ട് പറഞ്ഞൊരു കട വേണം. അപ്പൊ കഴിഞ്ഞു, എല്ലാ സാധനങ്ങളും കഴിഞ്ഞു. കഴിഞ്ഞു. ഇനി ആകെയുള്ളത് ബജ്ജിയും പരിപ്പാടി ഉണ്ടായിരുന്നു ഒരെണ്ണം, പിന്നെ ഒരു ഉരുമാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. 2 മുട്ടയ്ക്ക് ഉള്ളൂ. ബാക്കിയല്ല. ചേട്ടൻ എപ്പോഴും അടയ്ക്കപ്പോ? ചോദിച്ചതാ. പുതിയതാ, ഇതേവരെ കണ്ടിട്ടില്ല ഇവിടെ. അത് തന്നെ ചോദിച്ചാ. അതിന് ദിവസമായില്ലേ തുടങ്ങിയിട്ട്? 1 മാസമായ? ഒരു ചായക്ക് പകരം 2 ചായ കുടിച്ചു. സ്ട്രോങ് ആയി. ഒരു എന്ത് ബജ്ജിയാ, ഉരുളക്കിഴങ്ങിൻ്റെ ബജ്ജിയും ഒരു മുളക് ബജ്ജിയും പിന്നെ ഒരു പരിപ്പടിയും കഴിച്ചു. വയറ് ഫുള്ളായി ഹാപ്പിയായി. നേരത്തെ വിശന്നിട്ടല്ല, പിന്നെ ആ ചേട്ടന് കച്ചവടമൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ മേടിച്ച് കഴിച്ചതാട്ടോ. അല്ലാണ്ട് വേറെ വലിയ കാര്യമായിട്ട് വിശന്നിട്ടല്ല. എന്നാലും സംതൃപ്തി. പിന്നെ അതേ നമ്മുടെ കുള്ളി മേടിച്ചത് ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. ഇനി നേരെ വീട്ടിലേക്ക് പോകണം. ഇത് വീട്ടിൽ കൊണ്ട് കൊടുക്കണം. ഇനി കുള്ളി വറക്കണം.